കേരളത്തിലുണ്ടായ, മലങ്കരയിലുണ്ടായ ഉണർവ്, അതിന് സാരഥ്യം വഹിച്ച ദൈവദാസന്മാർ, ദൈവമക്കൾ, അവരുടെയൊക്കെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് കേരളത്തിലും ലോകമെമ്പാടും നാം കാണുന്ന മലയാളി പെന്തക്കോസ്ത സമൂഹത്തിന് നാന്ദിയായത്. ആ സമയങ്ങളിൽ ദൈവകൃപയിലേക്ക് വന്ന അനേക ദൈവ മക്കളും ദൈവദാസന്മാരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. ആ തലമുറയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കർത്തൃദാസനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. പാസ്റ്റർ CV ആൻഡ്രൂസ്. കോട്ടയം പുതുപ്പള്ളി എന്ന സ്ഥലത്ത് ബഹുമാന്യനായ പരേതനായ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ സ്വന്തം സ്ഥലമായ പുതുപ്പള്ളിയിൽ ഒരു യാഥാസ്ഥിതിക ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട താൻ ദൈവകൃപയിലേക്ക് നയിക്കപ്പെട്ടതിനെക്കുറിച്ചും തുടർന്ന് താൻ ഒരു പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരനായി മാറിയതിനെക്കുറിച്ചുമൊക്കെയാണ് നാം ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. വളരെയധികം യാഥാസ്ഥിതികതയുള്ള ഒരു സ്ഥലമായിരുന്നു പുതുപ്പള്ളി. അവിടെയുള്ള ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുക, പെന്തക്കോസ്തിനെ ഏറ്റവും അധികം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വളരെയധികം പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് രക്ഷിക്കപ്പെട്ട ഈ പുതിയ മാർഗത്തിലേക്ക് ഒരുപക്ഷെ യാഥാസ്ഥിതിക സഭകൾ വിളിച്ച് വന്നിരുന്ന പല വിളിപ്പേരുകളും നമുക്കുണ്ടായിരുന്നു. അതിനെ ഒന്നും വകവയ്ക്കാതെ ഇത് സത്യമാർഗമാണെന്ന തിരിച്ചറിവോടെ ദൈവകൃപയിലേക്ക് നടത്തപ്പെട്ട ഒരു വ്യക്തിയാണ് പാസ്റ്റർ CV ആൻഡ്രൂസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യകാല അനുഭവങ്ങൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ പേര് പുതുപ്പള്ളിയിൽ അറിയപ്പെടുന്നത് അച്ചൻകുഞ്ഞെന്നാണ്. എന്നാൽ പാസ്റ്റർ CV ആൻഡ്രൂസ് എന്നുള്ള പേര് പിന്നീട് എല്ലാവരും അറിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞങ്ങളൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ട വ്യക്തികളാണ്. ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ കുടുംബം എല്ലാം യാക്കോബ ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ടവരാണ്. ഒരു വലിയ കുടുംബമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പിതാവിന് TB അസുഖം പിടിപെട്ടു, ക്ഷയരോഗം പിടിപെട്ടു. അക്കാലത്ത് ഇന്നത്തെ പോലുള്ള ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ലായിരുന്നു. എൻ്റെ പിതാവ് വളരെ കൂടുതലായി, അന്ന് എനിക്ക് 6 or 7 വയസ്സേ ഉള്ളൂ. എൻ്റെ പിതാവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ഞാനും എൻ്റെ മാതാവും കൂടെ കടന്നു പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ ഫാദറിനെ തീരെ അവശ നിലയിൽ കാണുകയുണ്ടായി. വളരെ ആരോഗ്യമുള്ള എൻ്റെ പിതാവ് ചുമച്ച് ലങ്സിനൊക്കെ കിഴുത്ത വീണ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ആ സമയം ഡോക്ടർമാരെല്ലാവരും കൈവിട്ടു. അദ്ദേഹം മരിച്ചു പോകും, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവിനെ വീട്ടിൽ കൊണ്ടുവന്ന് മരണത്തെ കാത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അമേരിക്കയിൽ നിന്ന് രൂത്ത് മദാമ ഞങ്ങളുടെ നാട്ടിൽ കടന്നു വരുവാൻ്റെയായി. പുത്തമ്പരയ്ക്കലെ കൊച്ചു സാർ എന്നറിയപ്പെടുന്ന PK എബ്രഹാം, അദ്ദേഹം DO ആയിരുന്നു. അദ്ദേഹം ആണ് ഈ മദാമയെ തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി. അവിടെ അദ്ദേഹം അന്ന് ഓർത്തഡോക്സ് സഭയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു യാക്കോബായ ഭക്തനായിരുന്നു. അദ്ദേഹം അവിടെ പന്തലിട്ട് ഈ മദാമയുടെ കൊണ്ട് കൺവെൻഷന് പ്രസംഗിപ്പിക്കാൻ കൊണ്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ കാലത്തൊരു മദാമയൊക്കെ ദേശത്ത് വരിക എന്ന് പറഞ്ഞാൽ കാണാൻ തക്കൊണ്ട് തന്നെ ആൾക്കാർ കൂടി വരുമായിരുന്നു. വളരെ സുന്ദരിയായ തലെടുപ്പുള്ള ഒരു മദാമ, രൂത്ത് മദാമ. അക്കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. ഈ PK എബ്രഹാം സാർ എൻ്റെ പിതാവിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു. അദ്ദേഹം മദാമയോട് പറഞ്ഞു, എൻ്റെ ഒരു സ്നേഹിതൻ മരിക്കാറായി കിടക്കുന്നു, നമുക്ക് പോയെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ മദാമയെ വിളിച്ചുകൊണ്ട് ഒരു സായങ്കാലം ഒരു 4 മണി സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്നത് ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. മദാമ വരുന്നറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരെല്ലാം ഓടിക്കൂടി എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നാണ്. അവിടെ കൊണ്ടുവന്ന സന്ദർഭത്തിൽ മദാമ എൻ്റെ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ കൺവെൻഷൻ പന്തലിൽ വെച്ചാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങിന് കടന്നു വരണമെന്ന് പറഞ്ഞു. പിതാവിന്
ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. മദാമ്മ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അന്ന് കുറച്ച് പേര് വന്ന് എൻ്റെ പിതാവിനെ എടുത്തുകൊണ്ടാണ് ആ കൺവെൻഷൻ പന്തലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ പിതാവിന് സൗഖ്യം കൊടുക്കാൻ പോകുന്നു, മദാമ്മ സൗഖ്യം കൊടുക്കാൻ പോകുന്നു എന്ന് ദേശം മുഴുവൻ അറിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു കൂട്ടം അന്നത്തെ കൺവെൻഷൻ വന്നു. അന്ന് ഇവിടെ പെന്തക്കോസ്തുകാർ തീരെ കുറവാണ്, സാധുവർഗത്തിൽപ്പെട്ട ചിലർ മാത്രമേ ഉള്ളൂ. വലിയ പ്രതികൂലം ഉണ്ടാകാൻ പോകുന്ന അറിഞ്ഞപ്പോഴത്തേക്ക് പെന്തക്കോസ്തുകാരായിരിക്കുന്ന സാധുവർഗത്തിൽപ്പെട്ട ഒരുപാട് പേര് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചുറ്റുപാട് അനേക യാക്കോബക്കാർ, ഓർത്തഡോക്സ് ഫാമിലിപ്പെട്ടവരെല്ലാം, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം എൻ്റെ പിതാവിന് സൗഖ്യം കൊടുക്കുന്നത് കാണാൻ വന്ന് നിൽക്കുകയാണ്. അന്ന് രാത്രികാലം മദാമ്മ ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. അന്നത്തെ ശുശ്രൂഷ വലിയ ശക്തിയോടെ കോഷിപ്പാന്തക്കൊണ്ണം ദൈവദാസിയെ കർത്താവ് ബലപ്പെടുത്തി. ആ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ പിതാവ് കട്ടിലേൽ അവിടെ കിടത്തിയിരിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ കട്ടിൻ്റെ അരികെ ഒന്ന് മുട്ടുകുത്തി മദാമ്മ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ബ്രദർ എഴുന്നേക്കെന്ന് പറഞ്ഞ് എൻ്റെ പിതാവിൻ്റെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. പിതാവ് ആരോഗ്യത്തോട് എഴുന്നേറ്റു. അതുവരെ ചുമച്ച് കഫം തുപ്പിക്കൊണ്ടിരുന്ന, രക്തം ഛർദ്ദിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവ് സൗഖ്യമുള്ളവനായിട്ട് എഴുന്നേറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നു. കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു പറയാൻ പറഞ്ഞു. അന്ന് സാക്ഷി പറയാനൊന്നും അറിയത്തില്ല. എൻ്റെ പിതാവ് സംസാരിക്കാതിരുന്ന എൻ്റെ പിതാവ് പ്ലാറ്റ്ഫോമിൽ കയറി എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു, ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞു. അതാണ് ഞങ്ങൾ ഈ കൃപയിലേക്ക് കടന്നു വരാൻ തക്കനുള്ള ഒരു മുഖാന്തരം. അങ്ങനെ ഞങ്ങളുടെ അവിടെ ചർച്ചകളൊന്നും വന്നില്ല. അന്ന് അറിയപ്പെടുന്ന IPCയുടെ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ PK ചാക്കോ, അദ്ദേഹത്തിന് അവിടെ ഒരു കാവാലിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സഭാഗോളും ചെറിയൊരു കൂടിയൊരുമുണ്ട്. അതിനകത്ത് 85% സാധുവർഗത്തിൽപ്പെട്ടവരും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ചില കുടുംബങ്ങളേ ഉള്ളൂ. അങ്ങനെ ഈ മദാമ്മ പറഞ്ഞു, നിങ്ങൾ ഇനിയും വേർപെട്ട ഒരു സമൂഹത്തോട് ചേർന്ന് ആരാധിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ടാണ് മദാമ്മ അനുഗ്രഹിച്ചിട്ടാണ് പോയത്. അത് പുതുപ്പള്ളിയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു എൻ്റെ പിതാവിൻ്റെ ആ സൗഖ്യം. എല്ലാവരെയും ഞടുക്കിയൊരു സംഭവമായിരുന്നു. അതിനുശേഷം ഞങ്ങളന്ന് ആ കാവാലിച്ചിറ IPCയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ മഹാനായ പാസ്റ്റർ PK ചാക്കോ, അദ്ദേഹം പിന്നീട് IPCയുടെ കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളോട് സുവിശേഷം പറഞ്ഞ് 1960 ഞാനും എൻ്റെ പിതാവും ഒന്നിച്ച് ഞങ്ങളുടെ നാട്ടിൽ അത് ചേരുംകുഴി എന്ന് പറയുന്ന ആ കടവിൽ 100 കണക്കിന് ആൾക്കാർ കൂടിയിരുന്നവരുടെ നടുവിൽ, ഞാനൊന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പയ്യനാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നിച്ച് ഈ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ PK ചാക്കോ ഞങ്ങളെ സ്നാനപ്പെടുത്തുകയുണ്ടായി. അതേസമയം തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണർവ് നടന്നുകൊണ്ടിരുന്നു. നവജീവിതത്തിൻ്റെ എഡിറ്ററായിരുന്ന മർത്തോമായിലെ KB ചെറിയൻ സാർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് വലിയ ഉണർവ് യോഗം നടത്തുന്ന സന്ദർഭമായിരുന്നു. അന്ന് ഞാൻ പയ്യനായിരുന്നു, എനിക്ക് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ KB അയ്യപ്പ സാർ എന്ന് പറയുന്ന പാറയ്ക്കൽ കുടുംബത്തിൽപ്പെട്ട KB അയ്യപ്പ സാറ് ഈ KB ചെറിയാൻ സാറിനെ വരുത്തി യോഗം നടത്താൻ തുടങ്ങി. ഈ KB അയ്യപ്പ സാറ് ബ്രദറുകാരനായിരുന്നു. അദ്ദേഹം പുതുപ്പള്ളി മെഡിസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു, എൻ്റെ അയൽവാസിയാണ്. ഞാൻ ചെറിയ പ്രായം മുതലൊരു ഭക്തനായിരുന്നു, യാക്കോബായ ഭക്തനായിരുന്നു. അപ്പോൾ എൻ്റെ ഭക്തിയൊക്കെ കണ്ട് ഈ അയ്യപ്പ സാർ എന്നെ അവരുടെ വീട്ടിൽ വരുത്തി എനിക്ക് ട്രാക്റ്റുകൾ തരികയും ബൈബിൾ തരികയും വചനം പറഞ്ഞു തരികയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവജീവിതത്തിൻ്റെ KB ചെറിയാൻ സാർ വന്ന് യോഗം നടത്തുന്ന വലിയ ഉണർവ് നടക്കുന്ന സന്ദർഭമാണ് മർത്തോമായിൽ. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ നാട്ടിൽ മർത്തോമക്കാർ വളരെ ചുരുക്കമാണ്, മുഴുവൻ ഓർത്തഡോക്സ് യാക്കോബായ ഫാമിലിക്കാരാണ്. അന്ന് രാത്രികാലം അദ്ദേഹം പ്രസംഗിച്ച സമയത്ത് ഒരു ഓൾട്ടർ കോളിംഗ് നടത്തി. ആരുണ്ട് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനുണ്ട്, ആരുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ 8ാമത്തെ വയസ്സിൽ ഞാൻ ചാടി എഴുന്നേറ്റു. അന്ന് എനിക്ക് തീരെ പൊക്കക്കുറവായിരുന്നു. അദ്ദേഹം എന്നെ മുന്നോട്ട് വരുത്തിയിട്ട് സാക്ഷി പറയാൻ പറഞ്ഞു. എനിക്ക് സാക്ഷി പറയാൻ അറിയത്തില്ല. അദ്ദേഹം ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് എന്നെ കയറ്റി നിർത്തി എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടെ പഠിക്കുന്നവർ, എൻ്റെ കുടുംബക്കാർ എല്ലാവരും ഉണ്ട ഒരു യോഗമാണ്. ആ യോഗത്തിൻ്റെ മധ്യത്തിൽ എന്നൊരു സ്റ്റൂളെ കയറ്റെടുത്ത് സാക്ഷി പറയിപ്പിച്ചു. അന്ന് എനിക്ക് ഒരു കൊത്ത ഉണ്ടായിരുന്നു, സംസാരിക്കുമ്പോൾ തിരിയത്തില്ലായിരുന്നു.
യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു പറയാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി എന്ന് പറഞ്ഞു. അതിനു മുമ്പ് എൻ്റെ പിതാവിൻ്റെ സൗഖ്യം കിട്ടി. ഞാൻ 8ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ 6ാമത്തെ വയസ്സിലാണ് എൻ്റെ പിതാവ് രോഗിയായി കിടപ്പിലായത്. അദ്ദേഹം അന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഞങ്ങളത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷത്തോളം ഈ കാവാൽച്ചിറ IPCയിൽ പോയിക്കൊണ്ടിരുന്നു. ആ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഞാൻ വളരെ ഉത്സാഹിയായിരുന്നു. ചെറിയ പ്രായം മുതൽ വളരെ ഉത്സാഹിയായിരുന്നു. 1960 ഞാനും എൻ്റെ പിതാവും കൂടെ ഒന്നിച്ച് ഞങ്ങളുടെ നാട്ടിൽ തന്നെ എല്ലാവരുടെയും മുൻപിൽ ഓർത്തഡോക്സ് സഭകളെല്ലാം അന്ന് ഇളകിയ സന്ദർഭമാണ്. ഞങ്ങൾ രണ്ടുപേരുടെ സ്നാനമേറ്റു. എൻ്റെ പിതാവ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് 96 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അന്ന് ലഭിച്ച സൗഖ്യമാണ്. എനിക്കൊരൊറ്റ പെങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് എൻ്റെ പിതാവ് മരിച്ചു പോകുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നേനെ. എന്നാൽ എൻ്റെ പിതാവ് ഞാനൊരു സുവിശേഷകനായി കണ്ടതിന് ശേഷമാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ തക്കണമിടയായി തീർന്നത്. നാം കേട്ട അനുഭവങ്ങളിൽ PK എബ്രഹാം സാറിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുവാനിടയായിട്ടുണ്ട്. IPCയുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മക്കൾ പലരും സുവിശേഷ വേലയിലുണ്ട്. ഡോക്ടർ അലക്സ് മുതൽ അനേകർ. ഈ സൗഖ്യമുണ്ടായ ആ യോഗത്തിൻ്റെ സംഘാടകൻ സാറാണ്. സാറ് അതിനുശേഷം അതിന് മുമ്പോ പിൻപോ പെന്തക്കോസ്ത് അനുഭവത്തിലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം യാക്കോബാലെ ഒരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഇടവയിലെ അച്ഛൻ പാറക്കലച്ഛൻ എന്ന് പറയും. എൻ്റെ പിതാവിൻ്റെ പെങ്ങളെ അവരുടെ കുടുംബത്തിലാണ് കെട്ടിച്ചിരിക്കുന്നത്. വടശ്ശേരിക്കാര കുടുംബമാണ്. ആ പാറക്കലച്ഛൻ്റെ നടത്തിക്കൊണ്ടിരുന്ന മദ്യവർജന പ്രസ്ഥാനത്തിനൊക്കെ ഞാൻ പോയി സഹകരിക്കുകയും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. PK എബ്രഹാം സാർ ഒരു സുവിശേഷ പ്രാസംഗികനായിരുന്നു. അന്ന് അദ്ദേഹം ഓർത്തഡോക്സ് ഭക്തനായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ MV ജോർജ് സാറ്, കാനവച്ചൻ, തെങ്ങലിലച്ചൻ ഇവരൊക്കെ കടന്നു വന്ന് വലിയ യോഗങ്ങൾ നടത്തി. വലിയ ഉണർവ് യോഗമുണ്ടായി. ആ ഉണർവ് യോഗത്തിൽ അനേകര് കർത്താവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ഈ പറഞ്ഞ PK എബ്രഹാം സാറ് IPCയുടെ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ട് ഏറിയ നാളുകൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. എന്നാൽ PK എബ്രഹാം സാറ് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് കടന്നു വന്നതും എനിക്ക് ഒരു പെങ്ങളെ ഉള്ളൂ. എൻ്റെ പെങ്ങളും അതുപോലെ തന്നെ എൻ്റെ മാതാവ് ഒരു ആഭരണ പ്രിയായിരുന്നു. ഇഷ്ടംപോലെ കഴുത്തേൽ ആഭരണമുണ്ട്, അത് ഊരാൻ കഴിയത്തില്ല. അങ്ങനെ ഈ MV ജോർജ് സാറും കാനവച്ചനും ഞങ്ങളുടെ നാട്ടിൽ വന്ന് വലിയ ഉണർവ്യോഗം നടത്തുകയും തെങ്ങലിലച്ചൻ വന്ന് വലിയ ഉണർവ്യോഗം നടത്തുകയൊക്കെ ചെയ്ത അതിനോടുള്ള ബന്ധത്തിലാണ് PK എബ്രഹാം സാറ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെങ്ങലിൽ അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ഈ പറഞ്ഞ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ കാവാൽച്ചിറ IPCയിൽ അദ്ദേഹം അവിടെ മെമ്പർഷിപ്പ് എടുക്കുകയും തുടർന്ന് IPCയുടെ ഒരു വലിയ പ്രവർത്തകനായി അദ്ദേഹം മാറുകയും ചെയ്തു. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. മധ്യ കേരളത്തിൽ ഏറ്റവും വലിയ കോളിളക്കമുണ്ടായ ഒരു ഉണർവ് സമയമായിരുന്നു അത്. അതിൻ്റെ പിൻഫലമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന അനുഭവങ്ങളൊക്കെ. ഇങ്ങനെ ഒരു ആത്മീയ അനുഭവങ്ങളിൽ വളരെ ഉത്സാഹിയായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു സുവിശേഷകനാകാൻ, പൂർണ്ണസമയ സുവിശേഷ വേലക്കാരനാകുവാൻ തീരുമാനിച്ചത്? ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതലേ വളരെ ഉത്സാഹമുള്ളവനായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ആടുകളുണ്ടായിരുന്നു. ആടുകളെ തീറ്റുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ വാക്യങ്ങളെല്ലാം കാണാതെ പഠിച്ച് ഞങ്ങളുടെ നാട്ടിൽ മരത്തിൻ്റെ മുകളിൽ കയറി കണ്ണൻ ചിരട്ട മൈക്കാക്കി വെച്ചുകൊണ്ട് ഞാൻ വാക്യങ്ങൾ വിളിച്ച് പറയുമായിരുന്നു. അന്ന് മുതലേ എനിക്ക് സുവിശേഷത്തോട് വലിയ ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സാറാ സിസ്റ്റർ IPC പെട്ടതാണ്, ഒരു പാസ്റ്ററുടെ ഭാര്യയാണ്. ആ സാറാ സിസ്റ്റർ ഞങ്ങളുടെ അവിടെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് വെച്ച് ആ സാറാ സിസ്റ്റർ ആത്മാവിലായി നിറഞ്ഞു പറഞ്ഞു, മകനേ, നിൻ്റെ ശബ്ദം മൊത്തം ലോകത്തിൽ കേൾക്കാൻ തക്കവണ്ണം പോകുന്നു. അന്ന് TV ഒന്നും വന്നിട്ടില്ല, റേഡിയോ മാത്രമേ ഉള്ളൂ. ആ സാറാ സഹോദരി അതേ വലിയ കഴിവൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ദൂത് പറഞ്ഞു, മകനേ, നിൻ്റെ ശബ്ദം
ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കും. അതിനുശേഷം എം ഇ ജോർജ് സാറും ഈ കാനോച്ചനും പി കെ എബ്രഹാം സാറ് ഭവനത്തിൽ, കൊച്ചു സാറിൻ്റെ ഭവനത്തിൽ വെച്ച് യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഉണർവ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേന്ദ്രം ഞങ്ങളുടെ നാട്ടിൽ പി കെ എബ്രഹാം സാറിൻ്റെ ഭവനമായിരുന്നു. കൊച്ചു സാറിന് ഞങ്ങൾ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇന്ന് ന്യൂയോർക്കിലുണ്ട്. ഒരു മകൻ ഡോക്ടർ അലക്സ് ആണ്. ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ച് വളർന്നവരാണ്. അപ്പോൾ ഈ ഭവനത്തിൽ വെച്ച് യോഗം നടക്കുമ്പോൾ രണ്ടാമത് എനിക്കൊരു വിളിയുണ്ടായി. പുതുപ്പള്ളി നല്ലാട്ട് ഏലിയാമ്മച്ചി എന്ന് പറയും. മകനെ, നിന്നെ ഞാൻ എൻ്റെ വേലയ്ക്കായി വിളിച്ചിരിക്കുന്നു എന്നുള്ളതായ ആത്മനിറവിലുള്ള ഒരു ശബ്ദം കേൾക്കുവാൻ കൂടിയായി. ആ സമയം മുതൽ എനിക്ക് സുവിശേഷത്തോട് വലിയ താല്പര്യമായി. അങ്ങനെ ഒരു വിളിച്ചെങ്കിലും യഥാർത്ഥ ഒരു വിളിയുടെ നിർണയം ഉണ്ടാകാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. 2-3 പേരെ അടുപ്പിച്ച് ഇങ്ങനെ ദൂതുകൾ പറഞ്ഞപ്പോൾ എനിക്ക് സുവിശേഷത്തോട് വലിയ താല്പര്യം. അപ്പോൾ ഞാൻ കാനോച്ചനോട് എന്ന് പറഞ്ഞു, എൻ്റെ മാതാവും എൻ്റെ പെങ്ങളും സ്നാനപ്പെട്ടത് എം ഇ ജോർജ് സാറാണ് സ്നാനപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പുതുപ്പള്ളിയിലെ എം ഇ ജോർജ് സാർ നടത്തുന്ന കാനോച്ചൻ കൂടി വരുന്ന ആ സഭകളിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോകാൻ തക്കണം തുടങ്ങി. അങ്ങനെ എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കണം എന്നുള്ള താല്പര്യം വന്ന സമയത്ത് ഞാൻ എം ഇ ജോർജ് സാറിനോട് പറഞ്ഞു, ആ ദൈവദാസൻ എനിക്ക് മറക്കാനൊക്കത്തില്ല. ആ ദൈവദാസൻ പറഞ്ഞു, ഞാൻ മുളക്കട അഡ്മിഷൻ മേടിച്ചു തരാം. അതിനു മുമ്പ് ഈ IPCയിലെ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ പി കെ ചാക്കോ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സുവിശേഷ വേലയ്ക്കുള്ള വിളിയാണ്, അതുകൊണ്ട് ഞാൻ കുമ്പനാട്ട് കൊണ്ട് പഠിപ്പിക്കാം എന്നെല്ലാം പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ സുവിശേഷ വേലയ്ക്കുള്ള വിളി പലരിൽ നിന്നുണ്ടായി കഴിഞ്ഞപ്പോൾ എം ഇ ജോർജ് സാറ് ഒരു സഭായോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിലെ പാപ്പൻ സാറ്, കൂട്ടുമേലെ കൊച്ചു സാറ്, അങ്ങനെ കുമരകം കുഞ്ഞുവാന്, ഇങ്ങനെയൊക്കെ പ്രിയപ്പെട്ടവരിന്ന് വലിയ പ്രവചന ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ ഈ ദൈവദാസൻ ഓടി വന്ന് എൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേർതിരിച്ചിരിക്കുന്നു. അന്ന് ഭാര്യ അവർ യോനാച്ചാനുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. യോനാച്ചാൻ കൂടെ പറഞ്ഞു, മകനെ നിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് നിന്നെ വലിച്ചെറിയാൻ പോകുന്നു എന്നുള്ള ദൂതും കേൾക്കുവാൻ തക്കവണ്ടിയായി. അങ്ങനെ ഞാൻ എം ഇ ജോർജ് സാറിൻ്റെ കരിക്ക് ചെന്ന് പറഞ്ഞു, എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കണം. എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുപോയത് കാനവച്ചനാണ് എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുപോയി. അന്ന് നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ എനിക്കും അഡ്മിഷൻ കിട്ടി. അന്ന് മുതൽ കാനവച്ചൻ്റെ ഒരു ഏറ്റുപറച്ചൽ ശുശ്രൂഷയായിരുന്നു എനിക്ക്. ഞാൻ നല്ലവണ്ണം ഏറ്റുപറയാൻ തക്കണം ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ എൻ്റെ 16ാമത്തെ വയസ്സ് മുതൽ കാനവച്ചന് ഏറ്റുപറഞ്ഞ് കേരളത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ ഏറ്റുപറയൽ ശുശ്രൂഷ നടത്തി. 18ാമത്തെ വയസ്സിൽ ഞാൻ മുളക്കട പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉത്സാഹവും എൻ്റെ സുവിശേഷ താല്പര്യവും കണ്ട് റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് കീക്കൊഴൂർ, അന്ന് എനിക്ക് 18 വയസ്സുണ്ട്. 18ാമത്തെ വയസ്സിലാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അന്ന് റാന്നി കീക്കൊഴൂർ, അവിടെ വളരെ ചുരുക്കമുള്ള കുക്കുസായി പണിയിച്ച സഭകൾ, അവിടുന്ന് വലിയൊരു കുടുംബം ഷാരോണിലേക്ക് നേതൃസ്ഥാനത്തോട് പിണങ്ങിപ്പോയപ്പോൾ ആകെ 4-5 കുടുംബമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് ആരെയാണ് വിടേണ്ടത് എന്നവർ ഡിസ്കസ് ചെയ്ത വേളയിൽ എന്നെ അവിടുത്തെ ശുശ്രൂഷനായിട്ട് വിടാൻ തക്കണം തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ മുളക്കട ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കീക്കുറൂർ സഭയുടെ ശുശ്രൂഷകനായിട്ട് 3 വർഷം സേവിപ്പാനും അവിടെ കൺവെൻഷൻ നടത്തി അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനും വിട്ടുപോയ പലരും തിരിച്ചു വരുവാനും ഇടയായിത്തീർന്നു. അത് പഴയ ഒരു ചർച്ചാണ്. കുക്ക് സാഹിബ് സ്ഥാപിച്ച സഭാകളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സമക്കാരായിട്ടുള്ള സ്റ്റുഡൻസിനെ അവരെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി കീക്കുഴൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാനൊരു പയ്യനായതുകൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ വളരെയധികം കൂടി വരുമായിരുന്നു. അങ്ങനെ കീക്കുഴൂർ തന്നെ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ 3 വർഷം അവിടെ ശുശ്രൂഷിപ്പാനിടയായി. ശുശ്രൂഷ സമർപ്പണത്തിലേക്ക് വരും മുമ്പ് ഭാര്യാപുരം യോനാച്ചൻ എന്ന് പറയുന്ന ദൈവദാസൻ വളരെ ശക്തനായി ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായി ഉപയോഗിക്കപ്പെട്ടിരുന്ന, അറിയപ്പെട്ടിരുന്ന ഒരു ദൈവദാസനാണ് താൻ. അദ്ദേഹമാണ് വടക്കേ ഇന്ത്യയിലേക്കൊരു വിളിയുണ്ട് എന്ന് പറഞ്ഞത്. ആ കാരണം കൊണ്ടാണോ വടക്കേ ഇന്ത്യയിൽ പോകാനിടയായത്? അല്ല, അതിനു മുൻപ് കാനോച്ചനും ഞാനും കൂടെ
അദ്ദേഹത്തിന് വടക്കേണ്ടിയിൽ അനേക സ്ഥലങ്ങളിൽ കൺവെൻഷൻ വിളിച്ചപ്പോൾ എന്നെ കൂടെ അദ്ദേഹം കൊണ്ടുപോയി. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1969 കാനോച്ചനുമായിട്ട് ഞാൻ വടക്കേണ്ടിയിലേക്ക് പോകാൻ തക്കവണ്ടിയായത്. അനേക സഭകളിൽ കൺവെൻഷന് പോയി സംബന്ധിപ്പാനും വടക്കേണ്ടിയിലെ പ്രവർത്തനങ്ങൾ എപ്രകാരമുണ്ടെന്ന് മനസ്സിലാക്കുവാനും എനിക്കിടയായി. അതിനു മുമ്പ് ഭാര്യാവർ യോനാച്ചാനിൽ കൂടെ ഈ ദൂതുണ്ടായി. കൂടൽ കുഞ്ഞുച്ചാനിൽ നിന്നും എനിക്ക് ദൂതുണ്ടായി. നിനക്ക് വടക്കേണ്ടിയിൽ നിന്നെ ഞാൻ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമെന്നുള്ള അന്നത്തെ അറിയപ്പെടുന്ന പ്രവാചകന്മാരായിരുന്നു. അങ്ങനെ ആ ദൂതുണ്ടായി. വടക്കേണ്ടിയിൽ അനേക സ്റ്റേറ്റുകളിൽ അനേക പട്ടണത്തിൽ പോയി സുവിശേഷം കാനോച്ചൻ പറയുമ്പോൾ ചില സ്ഥലത്തൊക്കെ അവിടെ ഏറ്റുപറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബോംബെയിലൊക്കെ അന്ന് ഏറ്റുപറയുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്ന കാലമാണ്. ഇപ്പോൾ ആ കാലം മാറിപ്പോയി. ഞാൻ ബോംബെ പട്ടണത്തിലൊക്കെ കാനോച്ചന് ഏറ്റുപറഞ്ഞവനാണ്. അങ്ങനെ താമസിക്കുമ്പോൾ റായ്പൂരിൽ ഭാര്യാപുരവൻ ചോണാച്ചൻ്റെ ചേട്ടൻ പക്ഷേ P.S. ശാമുവേലിൻ്റെ സഭാകളിൽ പോയി ചില ദിവസങ്ങൾ താമസിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം മൂലം ആയിരങ്ങൾ മുഴുവൻ ഹിന്ദിക്കാരാണ് അവിടെ കടന്നു വന്ന് ആരാധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വടക്കേണ്ടിയെക്കുറിച്ച് വലിയ ഭാരമുണ്ടായി. മുളക്കടയിൽ നിന്ന് 3 ദൈവദാസന്മാരെ അയച്ചത്, വടക്കേണ്ടിക്ക് അയച്ചത്, ഒന്ന് പാസ്റ്റർ C.V. മത്തായി, ഒന്ന് പാസ്റ്റർ P.S. ശൗമേൽ, ഒന്ന് പാസ്റ്റർ P.M. കുരുള. ഇവർ 3 പേരും മരിച്ചുപോയി. അതേ പാസ്റ്റർ P.S. ശൗമേൽ റായ്പൂരിൽ സൂക്ഷിക്കുന്ന വേളയിൽ അദ്ദേഹം അവിടെ കടന്നു ചെന്നപ്പോൾ ആരും തന്നെ സഹായിക്കാനില്ലായിരുന്ന സാക്ഷ്യവും, താൻ ഒന്നും കഴിക്കാനില്ലായിരുന്നപ്പോൾ വാളംപുളി കഴിച്ച് പൈപ്പിലെ വെള്ളം കുടിച്ച് ആ പൈപ്പിൻ്റെ കീഴെ അവശനായി ഒഴിച്ചിൽ വന്ന് കടന്നതും, ഒരു ബ്രാഹ്മണ സ്ത്രീ ദർശനം കണ്ടു, നീ എത്രയും വേഗം ആ പൈപ്പിൻ്റെ കീഴെ കിടക്കുന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് നീ ശുശ്രൂഷിക്കേ, അവൻ എൻ്റെ മകനാണെന്ന് ആരോ ആ സ്ത്രീയോട് സംസാരിച്ചനുസരിച്ച് P.S. ശൗമേലിനെ വിളിച്ച് വീട്ടിൽ താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ആദ്യം കടന്നു വന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ബ്രാഹ്മണ സ്ത്രീയാണ്. ആ സാക്ഷി എല്ലാം കേട്ടപ്പോൾ എനിക്ക് വടക്കേണ്ടിലേക്ക് കടന്നു പോകണമെന്നുള്ള ആ വിളി എനിക്കുണ്ടായി. ഞാൻ തിരിച്ചു വന്ന് മുളക്കര പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1970 വടക്കേണ്ടിയിൽ പോകാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ പാസ്റ്റർ M.I. ജോസഫ് എന്നെയും തിരഞ്ഞെടുത്ത് ഞങ്ങൾ 8 പേരോളും വടക്കേണ്ടിക്ക് അങ്ങനെ പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പാസ്റ്റർ P.S. സാമുവലിനെ കുറിച്ച് ഞാൻ ഏറെ കേട്ടിട്ടുണ്ട്. ഞാൻ ന്യൂയോർക്കിൽ വന്നതിന് ശേഷം അദ്ദേഹം ഞാൻ പങ്കെടുത്തിരുന്ന ആ സഭയിൽ പല പ്രാവശ്യം വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തതൊക്കെ നന്ദിയോടെ വളരെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുന്നു. വടക്കേ ഇന്ത്യയുടെ അപ്പസ്തോലൻ എന്നൊക്കെയുള്ള വിശേഷണം ആർക്കെങ്കിലും അർഹിക്കുന്നെങ്കിൽ ഒരാൾ നിശ്ചയമായിട്ടും പാസ്റ്റർ P.S. സാമുവലാണ്. അദ്ദേഹമൊക്കെ നിവർത്തിച്ച സുവിശേഷ പ്രവർത്തനങ്ങളാണ് വടക്കേ ഇന്ത്യയിലെ സുവിശേഷീകരണത്തിൻ്റെ അടിസ്ഥാന ശിലകൾ. അപ്പം ഈ അനുഭവമാണോ വാസ്തവത്തിൽ ആ ഒരു നിലയിലേക്ക് ഈ ശുശ്രൂഷ വടക്കേ ഇന്ത്യയിലെ ശുശ്രൂഷയിൽ പ്രോത്സാഹനമായത്? വടക്കേ ഇന്ത്യയിലെ സാധുക്കളെയും ആദിവാസികളും അവരാരാധിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇവിടെ തന്നെ എനിക്ക് കടന്നു വരണമെന്നുള്ള, കേരളത്തിലെ നിന്ന് വ്യത്യസ്തമായ ഒരു ആരാധനാനുഭവമായിരുന്നു. കാരണം അവരുടെ ആരാധനയും ദൈവത്തെ വിളിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രവർത്തിക്കണം എന്നുള്ള ആ വടക്കേണ്ടിയിലേക്കുള്ള വിളി എനിക്ക് ഉണ്ടായി. അത് പരിശുദ്ധാത്മാവിനാൽ എനിക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. അങ്ങനെ 1970 എനിക്കന്ന് 20 വയസ്സായിരുന്നു. ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞ് എന്നെ തിരഞ്ഞെടുത്ത് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ പിതാവിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ തക്ക നോക്കത്തില്ല. എൻ്റെ മകൻ സുവിശേഷ വേലയിലായി തീരണമെന്നുള്ള ഒറ്റ മകനേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ കൊതിയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ പിതാവ് ഓർത്തഡോക്സ് സഭ വിട്ട് പെന്തക്കോസ്തിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം വളരെയധികം പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾക്ക് പറമ്പിലെ ആദായം തരാതെ അനേക ദിവസങ്ങൾ എൻ്റെ പിതാവും ഞങ്ങളൊക്കെ പട്ടിണി കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും എൻ്റെ പിതാവ് തനിക്കുണ്ടായ അനുഭവം വിട്ടുമാറാതെ അന്ന് ആ രൂത്ത് മദാമ പറഞ്ഞ അനുസരിച്ച് തന്നെ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടു നിന്നു. ഞാനും ഈ നിലയിലായി തീരുവാൻ, ഒരു സുവിശേഷകനായി തീരുവാൻ എൻ്റെ പിതാവിന് വലിയ ആഗ്രഹമായിരുന്നു. ലോകപ്രകാരമുള്ള ഒന്നിനും പോകാതെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ജീവിതത്തിൽ കാണുവാൻ എൻ്റെ പിതാവ് ആഗ്രഹിച്ചു. വടക്കേണ്ടി പോകുന്നുള്ള തെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ എൻ്റെ മാതാവ് അന്ന്
എറണാകുളംകാർ കടന്നു വന്നു പാസ്റ്റർ എം എ ജോസഫിനെ ഏൽപ്പിക്കാൻ. അന്ന സമയത്ത് എം എ ജോസഫ് സാറിന് പറഞ്ഞു, എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, ആര്യ സമാജക്കാരുടെ ഇടയിൽ വിടരുത് എന്ന് പറഞ്ഞു. ഇല്ല മച്ചി, അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് എനിക്ക് ആദ്യം ഞങ്ങൾ ബോംബെ ചെന്നു. ബോംബെ ചെന്നിട്ട് എന്നെ തിരഞ്ഞെടുത്ത് വിട്ടത് ആ മധ്യപ്രദേശത്ത് ജഗദൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ ആദ്യമേ കൊണ്ടുവിടുവാൻ തക്കവണ്ണം തീർന്നത്. ഏകദേശം എത്ര വർഷത്തോളം വടക്കേ ഇന്ത്യയിലെ വിവിധ സഭകളിൽ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്? വടക്കേ ഇന്ത്യ ഞാൻ ആദ്യമായി ശുശ്രൂഷിക്കുന്നത് ജഗദൽപൂരാണ്. അലസത എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കറിയത്തില്ല. ഈ മടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്നും എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് 74 വയസ്സായി. ഇന്നും ഈ ഒരു മടിയനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ചുമ്മാ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനൊരു ശീലമില്ല. ഞാൻ ഒരു നിഘണ്ടു എഴുതുകയാണെങ്കിൽ ഒരു അലസതയായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അതിൻ്റെ അകത്ത് ഞാൻ ചേർക്കാൻ തക്കൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കില്ല. ഞാൻ ഒരിക്കലും ഒരു അലസനല്ലായിരുന്നു, ഒരു മടിയനല്ലായിരുന്നു. എനിക്ക് ഭാഷ അറിയത്തില്ലെങ്കിലും ജഗദൽപൂരിൽ എന്നെ കൊണ്ടാക്കുമ്പോൾ 8 പേരാണ് ഉള്ളത്. എനിക്ക് ഒരേ ഒരു പെങ്ങളുള്ളത്. ആ പെങ്ങൾ അവിടുത്തെ മഹാറാണി ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലിയും ചെയ്യുകയാണ്. എൻ്റെ പെങ്ങളെ കൂട്ടി ആകെ 8 പേരേ ഉള്ളൂ. ഞാൻ രാവിലെ സൈക്കിളും എടുത്ത്, എനിക്കൊരു സൈക്കിൾ കിട്ടി, സൈക്കിളും എടുത്ത് ഇറങ്ങും. എൻ്റെ കൂടെ വരാൻ തക്കൊണ്ട് സഭയിലുള്ള 3-4 സഹോദരന്മാരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ജഗദൽപൂരുള്ള ഗ്രാമങ്ങളിലെല്ലാം കടന്നുപോയി ഞങ്ങൾ ട്രാക്ടറുകൾ വിതരണം ചെയ്യുമായിരുന്നു. എനിക്ക് ഹിന്ദി അറിയത്തില്ല. അന്ന് ഞാൻ ക്രിസ്ത്യൻ പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അത് ആദിവാസികൾ അറക്കപ്പെട്ടവരായിട്ടാണ് ആ നാട്ടുകാർ കണക്കാക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു റൂം എടുത്താണ് ഞാൻ അവിടെ താമസിക്കുന്നത്. അങ്ങനെ അനേക ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയി. രാവിലെ ഞങ്ങൾ അത് ചപ്പാത്തി ഉണ്ടാക്കി അല്ലെങ്കിൽ അന്ന് ഒക്കെ ആയിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോഴും പുറപ്പെടും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ജഗദൽപൂരിൽ വെച്ച് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ലഭിക്കാൻ തക്കവണ്ണം. അങ്ങനെ ഇരിക്കുമ്പോൾ ജഗദൽപൂരിൽ എനിക്ക് ടൈഫോയിഡും മലേറിയയും ഒന്നിച്ച് പിടിപ്പാൻ തക്കവണ്ണം. എൻ്റെ നില വളരെ വഷളായി. എന്നെ മഹാറാണി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇടത്തും വലത്തും കിടന്ന 2 പേര് മരിച്ചുപോയി. 3ാമത്തെ മരണം ഞാനാണെന്ന് എനിക്ക് ഉറപ്പായി. അന്ന് ഏറ്റവും വളരെ അവശനായി കിടക്കുമ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടു. ആ ദർശനം എങ്ങനെയായിരുന്നു? ഞാൻ മരിക്കത്തില്ല എന്നുള്ള ഒരു ശബ്ദം എനിക്കുണ്ടായി. എനിക്കൊരല്പം ആരോഗ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് അതേ നാട്ടിലേക്ക് കടന്നുപോയി. ഞാൻ ബിലായി വന്നു. അന്ന് എന്നെ സഹായിച്ചത് പാസ്റ്റർ BCT ആണ്. അദ്ദേഹത്തെ എനിക്കൊരിക്കലും മറക്കാനൊക്കത്തില്ല. BCT പാസ്റ്റർ ബിലായി സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന സമയത്ത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ജഗദൽപൂരിൽ കടന്നു വന്ന് അദ്ദേഹം കൂടെ ഉൾപ്പെടെയാണ് എന്നെ നാട്ടിലേക്ക് കൊണ്ടുവിടാൻ തക്കവണ്ണം തീരുമാനിച്ച് എന്നെ ബിലായി വരുത്തി. അദ്ദേഹം എന്നെയും പെങ്ങളെയും നാഗ്പൂർ വരെ വന്ന് ട്രെയിനെ കയറ്റിവിട്ടു. എൻ്റെ നില വളരെ വഷളായിരുന്നു. ഞാൻ ക്ഷേമത്തോടെ നാട്ടിൽ വന്നു. വീണ്ടും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചപ്പോൾ വീണ്ടും എനിക്ക് ദൈവത്തിൻ്റെ സന്ദേശമുണ്ടായി പ്രവാചകന്മാരിൽ കൂടെ. മകനെ, നീ ശുശ്രൂഷ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോവുക. അങ്ങനെ വീണ്ടും മടങ്ങി വന്നു. അനേക സ്ഥലങ്ങളിൽ അതേ സുവിശേഷം അറിയിക്കാനും. ആ കാലത്ത് അവിടെ ഒന്നും അച്ഛന്മാരില്ലായിരുന്നു. ഇഷ്ടംപോലെ സമുദായക്കാരുണ്ട്. അവരുടെ എല്ലാവരും അച്ഛനായിട്ടായിരുന്നു ഞാൻ. എൻ്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ കൂടി വരുമായിരുന്നു. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് സന്ദർഭത്തിൽ പലരും കർത്താവിനെ വലിയ വലിയ കള്ളൂടിയന്മാർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനായിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ പോയി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോറാപ്പുട്ട്, സുന്നവേട, ജയ്പൂർ, അമ്പകുട, കൊണ്ടകാവ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മീറ്റിങ്ങുകൾ ആരംഭിച്ച് ഞാൻ ജഗദൽപൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതെല്ലാം 50-100 മൈൽ ദൂരെയാണ് ഈ സ്ഥലങ്ങളെല്ലാം. അവിടെ എല്ലാം പോയി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് വീണ്ടും വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി ഞാൻ വീണ്ടും നമ്മുടെ ജഗദൽപൂരിൽ കടന്നു വന്ന് അവിടെ സഭായോഗം നടത്തി. ശനിയാഴ്ച ഇവിടുത്തെ യോഗം നടത്തി. വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്ത് അനേകർ, ഒഡിയക്കാർ, തെലുങ്കർ, ഇങ്ങനെ വിവിധ ഭാഷകളുള്ളവർ സ്നാനപ്പെടാൻ തക്കവണ്ണം ദൈവമിടയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഹിന്ദി പഠിച്ചു? ഹിന്ദി ഏകദേശം പഠിച്ചു. അപ്പം ഹിന്ദിയിൽ പ്രസംഗിക്കാനൊക്കെ ഉള്ള ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. ജഗദൽപൂർ കഴിഞ്ഞിട്ട് വേറെ മറ്റ് സ്ഥലങ്ങൾ? ജഗദൽപൂരിൽ നിന്ന് എന്നെ അടുത്ത് ഞാൻ പോയത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ കൊണ്ടാക്കിയത്.
അവിടെ 6 ഭാഷക്കാരുണ്ടായിരുന്നു. അത് ബംഗാളിൽ, ഒഡിയക്കാർ, തെലുങ്കർ, ആംഗ്ലോ ഇന്ത്യൻസ്, ആസാം ഭാഷ സംസാരിക്കുന്നവർ, ഇങ്ങനെ 6 കൂടുതൽ ഭാഷക്കാർ, എല്ലാം 2-3 പേര് വെച്ചുള്ളൂ. അവിടെയും ഞാൻ അടങ്ങിയിരുന്നില്ല. അന്ന് നക്സലിൻ്റെ വലിയ പ്രവർത്തനം നടക്കുന്ന ഒരു സന്ദർഭമാണ്. എപ്പോഴും കൊലപാതകങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ താമസ സന്ദർഭത്തിൽ ഭീകരമായ സന്ദർഭമായിരുന്നു. എന്നെ കൊണ്ട് ഒരു വാടക വീട്ടിൽ കൊണ്ട് ഇവർ താമസിപ്പിച്ചു. ഞാനും പേടിച്ചാണ് അവിടെ താമസിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ഞാൻ ട്രാക്ട് വിതരണം എല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് കയറി കഥ കടച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ഉള്ള അടുത്ത ഒരേ ഫ്ലോറിൽ തന്നെയാണ്, അടുത്ത അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരും എൻ്റെ വാതിക്ക് വന്ന് മുട്ടി. അപ്പോൾ രാത്രിയിൽ 10 മണി കഴിഞ്ഞ് തുറക്കാൻ പേടിയാണ്. എങ്കിലും ഞാൻ നോക്കിയപ്പോൾ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയാണ് വന്ന് കൂട്ടുന്നത്. ആ സ്ത്രീ കൊട്ടിട്ട് ഞാനിപ്പോൾ കഥ തുറന്നു. പേടിച്ചാണ് തുറക്കുന്നത്. അത് കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സ്ത്രീ വന്ന് എന്നെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിക്കാൻ തുടങ്ങുക, ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പേടിച്ച് അവരുടെ വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവിടെ വലിയ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ആ സ്ട്രീറ്റ് മൊത്തം ഇദ്ദേഹം ഇങ്ങനെ മരിക്കാറായി, ഇങ്ങനെ പകർച്ചവ്യാധി പടർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് അറിയാവുന്ന നിലയിൽ അദ്ദേഹത്തോട് ഹിന്ദിയിൽ സുവിശേഷം അറിയിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലോട്ട് പോന്നു. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ രോഗിയായി മരിക്കാറായി കിടന്ന വ്യക്തിയാണ് വന്ന് കതക് മുട്ടുന്നത്. ഞാൻ തുറന്നു. ഞാൻ സൗഖ്യം പ്രാപിച്ചു, എനിക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ പാദപ്പെടുത്തി വീണ് അവർ നമസ്കരിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ആ കുടുംബം പിറ്റേ ദിവസം രാവിലെ ആ സ്ട്രീറ്റിലുണ്ടായിരുന്ന എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞു, ഇവിടെ ഒരു ദേവനെപ്പോൾ ഒരാൾ വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം കിട്ടി. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അരികെ ചെല്ലേ, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വാതിക്കൽ ആരോ വന്ന് മുട്ടുന്നു. ഞാൻ കഥ തുറന്നപ്പം ഞാൻ ലുങ്കി ഉടുത്തിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ സ്റ്റെപ്പ്, ഞാൻ 2-ാം നിലയിൽ താമസിക്കുന്നത്, വലിയൊരു ലൈൻ വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ ജീവിതം എനിക്ക് മറക്കാൻ തക്ക നോക്കത്തില്ല. ഞാൻ പെട്ടെന്ന് പാൻറ്റൊക്കെ ഇട്ട് വന്ന് പെട്ടെന്ന് ഒരു നിലയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് ഞാൻ ആരും വീടിൻ്റെ അകത്തോട് കയറ്റിയില്ല. അവിടെ തന്നെ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും പ്രാർത്ഥിച്ചു വിട്ടു. അവിടെ വലിയൊരു പ്രവർത്തനം ഉണ്ടായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പം പാദ്രി സാബ് നമസ്തേ എന്നാണ് പറയുന്നത്. ഞാനൊരു പാദ്രിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ബംഗാളികളുടെ ഇടയിൽ ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കണമെന്ന് തോന്നി. അങ്ങനെ എനിക്ക് ബംഗാളി അറിയത്തില്ല, ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തക്കുന്ന ഒരാളിനെ കിട്ടണം. അത് മെത്തോഡിസ്റ്റ് ചർച്ചിൽ പോകുന്ന ഒരു വ്യക്തിയെ ഞാൻ പോയി കണ്ടുപിടിച്ച്, അദ്ദേഹം ബംഗാളിയാണ്. അദ്ദേഹത്തെ ഞാൻ വീട്ടിൽ വരുത്തിയിട്ട് ഞാൻ ബംഗാളി പാട്ടുകൾ ഞാൻ മലയാളത്തിൽ എഴുതിയെടുത്ത് അദ്ദേഹം കുറേ ദിവസം ട്യൂഷൻ ചെയ്യുന്ന പോലെ എന്നെ ബംഗാളി പാട്ടുകൾ പഠിപ്പിച്ചു. എനിക്ക് ബംഗാളി പാട്ടറിയാം, തെലുങ്ക് പാട്ടറിയാം, ഒഡിയ പാട്ടറിയാം, പല ഭാഷയിലുള്ള പാട്ടുകൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ ബംഗാളി പാട്ടെല്ലാം പഠിച്ചു. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അതിന് ഒരു മൈക്കിൾ എന്ന് പറയുന്നൊരു വ്യക്തിയെ അവരുടെ വീട്ടിൽ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ നല്ല ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് വരാമെന്ന് പറഞ്ഞു. അവർ അസംബ്ലി സ്റ്റോറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അവർ കുടുംബമായിട്ട് കടന്നു വന്ന് ഞാൻ സ്ട്രീറ്റിൽ ചെന്ന് ഇവരെല്ലാം വിളിച്ച് യോഗത്തിന് കൊണ്ടുവന്ന് ഞാൻ ബംഗാളി പാട്ട് ഇവരെ പഠിക്കും. കൃഷ്ണശയന ജാഗോരെ ശുക്ക താജോരെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പഠിച്ച് എനിക്ക് നല്ലപോലെ പാടാൻ അറിയാമായിരുന്നു. ഇവരെ ഞാൻ ഇവരെ പാട്ട് പഠിപ്പിച്ച് ആ ഓമന എന്നാണ് ആ സഹോദരി, അവിടെ ബംഗാളിലുള്ള ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ആ സഹോദരി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാനൊക്കെ വേണ്ടിയായി തീർന്നു. അങ്ങനെ ദുർഗാപൂരിൽ വലിയ ഒരു പ്രവർത്തനം നടന്നു. ഞാൻ എൻ്റെ ഈ പ്രവർത്തനത്തിൽ അന്ന് ഭക്തസിംഗ് ഗ്രൂപ്പുകാരനായ റാവു എന്ന് പറയുന്നൊരു വ്യക്തി അന്ന് അവിടുത്തെ സ്റ്റീൽ പ്ലാന്റിൻ്റെ ചീഫ് അഡ്വൈസറായിരിക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സുവിശേഷകനെ വരുത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ യോഗം നടത്തണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്
എൻ്റെ അഡ്രസ്സ് എങ്ങനെയോ കിട്ടി. അദ്ദേഹം ഒരാളിനെ പറഞ്ഞു വിട്ടു, ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. അദ്ദേഹം ഏറ്റവും വലിയ ധനവാനാണ്, ഭയങ്കര ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൈക്കിളിലാണ് പോകുന്നത്. ഞാൻ സൈക്കിളിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടുത്തെ വാതിൽക്കാർക്ക് എന്നെ അറിയാം, അവർ ഗേറ്റ് രണ്ടും തുറന്നിടും. ആ ഭവനത്തിൽ ഞാൻ കടന്നുപോയി. അവിടെ ഒരു മീറ്റിംഗ് ആരംഭിച്ചു. പല ഭാഷക്കാരുണ്ട്. ഇദ്ദേഹം തെലുങ്കനാണ്. ഭക്തസിംഗ് ഗ്രൂപ്പിൽ സ്നാനപ്പെട്ട വ്യക്തിയാണ്, റാവു എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ല പാട്ടുകാരിയാണ്. എന്നെ ഒരുപാട് ഇംഗ്ലീഷ് പാട്ട്, ഇന്ന് ഞാൻ പാടുന്ന ഇംഗ്ലീഷ് പാട്ടെല്ലാം ആ സ്ത്രീയാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ ഒരു മകനെ പോലെ കണ്ടു. അന്ന് ഇസ്രയേൽ ലോകരാഷ്ട്രങ്ങളെന്നൊക്കെ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ ഞാൻ എടുത്ത് പ്രസംഗിക്കുകയും, ഒരു NB ജോയി എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ IPCയിലെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഉണ്ണുണ്ണി സാറിൻ്റെ കാലത്ത് രക്ഷിക്കപ്പെട്ട് വന്ന അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ഇദ്ദേഹം. NB ജോയി ആയിരുന്നു എൻ്റെ ട്രാൻസ്ലേറ്റർ. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ കുടുംബം എൻ്റെ സഭയിലായിരുന്നു. ഓരോ ആഴ്ചത്തെ യോഗം കഴിയുമ്പോൾ 100 രൂപ എടുത്ത് എനിക്ക് തരും. അന്ന് 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പട്ടിണി കിടന്ന കാലങ്ങളിലാണ് അങ്ങനെ ഒരു വഴി കർത്താവ് തുറന്നു കൊടുത്തത്. പിന്നെ ഒറീസയിലെ ഒരു ട്രൂമൻ, ഒരു എൻജിനീയർ, പിന്നെ ഒരു വിൽസൺ തെലുങ്കൻ, ഇങ്ങനെ പല പല മഹാന്മാർ ഈ യോഗത്തിന് കടന്നു വന്ന് 6-7 ഭാഷക്കാരുള്ള, മലയാളം മാത്രം അറിയാവുന്ന ഞാൻ അവരുടെ ഭാഷയായിരുന്നു. എന്നെന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു. ഇതാണ് ദുർഗാപൂരിലെ ചരിത്രം. അതിനുശേഷം ദുർഗാപൂരിൽ നിന്ന് എന്നെ നാഗപ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നാഗ്പൂർ അന്ന് ചർച്ച കൊണ്ട് 2ാമത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഉള്ള ഒരു സ്ഥലമാണ് നാഗ്പൂർ. പാസ്റ്റർ P. തോമസ് ആയിരുന്നു ആ സഭ, ആ ബിൽഡിങ് പണിത്. അത്രയും മാത്രം നല്ല പേര് സമ്പാദിച്ച ഒരു കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനാണ് പാസ്റ്റർ P. തോമസ്. അദ്ദേഹം ഇന്ന് ന്യൂയോർക്കിലുണ്ട്, ക്ഷീണിതനായിരിക്കുന്നു. അദ്ദേഹം സിൻസിയറായി, നിഷ്കളങ്കനായി, വിശുദ്ധനായി കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യത്തോടെ പ്രവർത്തിച്ച കർത്താവിൻ്റെ ഒരു ശ്രേഷ്ഠദാസനാണ് പാസ്റ്റർ P. തോമസ്. അദ്ദേഹത്തെ ബുക്കാറോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ പാസ്റ്റർ M. A. ജോസഫ്, ഒരു വലിയ സഭയാണ്, ഒരുമാതിരി വലിയ സഭയാണ്, എന്നെ ആ സഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ കടന്നു നിന്നും അവിടെയും ഞാൻ അമ്പകുട, സെമിനാരിയിൽ, ഭണ്ഡാര, ഈ സ്ഥലങ്ങളിലെല്ലാം പോയി പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അനുഗ്രഹിക്കപ്പെട്ട സഭകൾ, കൂട്ടായ്മകൾ ആരംഭിപ്പാൻ തക്കോടെയായിത്തീർന്നു. ആ നാഗ്പൂരിലെ സഭയുടെ ആരംഭ പ്രവർത്തകൻ ചിക്കാഗോയിലെ പാസ്റ്റർ മത്തായി സാംകുട്ടിയാണ്. അദ്ദേഹം 100-150 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ യേശു എനിക്ക് നല്ല പാട്ട് അദ്ദേഹമാണ് എഴുതിയത്. പാസ്റ്റർ മത്തായി സാംകുട്ടി, അതുപോലെ മരിച്ചുപോയ പാസ്റ്റർ PM കുരുള, ഇവരൊക്കെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അതുപോലെ E.T. മാത്യു, അവരൊന്നും എനിക്ക് മറക്കാൻ തക്കണൊക്കത്തില്ല. പണ്ടാരയിലെ ഈയിടെ മരിച്ചുപോയ പാസ്റ്റർ C.A. ജോസഫിൻ്റെ അമ്മായിപ്പൻ പറയിച്ചായൻ, ഇവരൊക്കെ ഭണ്ഡാര എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നവരാണ്. ആ കാലത്ത് അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാനും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും തക്കനൊടിയായി തീർന്നു. ഞാൻ ഭണ്ഡാര എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് സൈക്കിൾ പാപ്പിച്ചായൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ തീ പൊള്ളി മരിച്ചുപോയത്. ആ ശവടക്കം ഞാനാണ് നടത്തിയത്. വളരെ ദുഃഖകരമായൊരു സംഭവമായിരുന്നു. അവിടെയും അനേക പ്രവർത്തനങ്ങൾ നടക്കുവാൻ തക്കണം ദൈവമായ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു വേറെ ഫിലിപ്പിൻ്റെ മകൻ ഇന്നൊരു സുവിശേഷ പ്രവർത്തനാണ്. അന്ന് അവരൊക്കെ ഞാൻ ചെറിയ പ്രായത്തിൽ അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരൊക്കെ കർത്താവിലേക്ക് കടന്നു വരാൻ പിന്നീടിടയായി. അവരൊക്കെ വലിയ സുവിശേഷ പ്രവർത്തനമാണ്. ഭണ്ഡാരയുടെ പ്രദേശത്ത് ഒരു ചെറിയാച്ച ഉണ്ടായിരുന്നു. ആ ചെറിയാച്ച മരിച്ചുപോയി. അദ്ദേഹത്തോട് പല പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ട്, സ്നാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്നാനപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പാസ്റ്റർ P. തോമസാണ് സ്നാനപ്പെടുത്തിയത്. ഇദ്ദേഹം സ്നാനപ്പെടാതിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് ഇദ്ദേഹം ആ സ്നാനത്തെപ്പറ്റി അത്ര കൂട്ടാക്കിയില്ല. ഞാൻ നാഗ്പൂരിലേക്ക് മടങ്ങി വന്ന സന്ദർഭത്തിൽ ഒരു ദിവസം രാവിലെ ഇതാ ചെറിയാച്ചാൻ തുണി എടുത്തുകൊണ്ട് 55 മൈൽ ദൂരെ നിന്ന് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ E.T. മാത്യു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനുണ്ടായിരുന്നു. കടന്നു വന്നപ്പം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. ഞാൻ ദൈവത്തോടൊരു അടയാളം ചോദിച്ചു. എനിക്കൊരു അടയാളം തരികയാണെങ്കിൽ ഞാൻ സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു എൻജിനീയറാണ്, ഈ ചെറിയാച്ചൻ. അദ്ദേഹത്തിൻ്റെ താൻ പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ പെട്രോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറയുന്നില്ല. നോക്കുമ്പോൾ എന്നും നിറച്ച് പെട്രോളുണ്ട്. അതായിരുന്നു തനിക്ക് അടയാളം. താൻ ആ പെട്രോളുമായിട്ട് ആ വണ്ടിയിൽ അടിച്ച് 65 കിലോമീറ്റർ എൻ്റെ പാർസനേജ് വന്നപ്പോഴും പെട്രോൾ അത്രയുണ്ട്, ഒട്ടും കുറഞ്ഞിട്ടില്ല. അദ്ദേഹം ഞാൻ സ്നാനപ്പെടുത്തി വലിയ നീളമുള്ളൊരു വ്യക്തിയായിരുന്നു.
ഞാനാണ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയത്. അത് കഴിഞ്ഞപ്പോൾ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്രോൾ പറയാൻ തുടങ്ങി. അങ്ങനെ അനേകർ, അത് എല്ലാ ചരിത്രവും പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കേണ്ടതായിട്ട് വരും. അതേ ഒരുപാട് ദൈവിക പ്രവൃത്തികൾ നടക്കാൻ വേണ്ടിയായി തീർന്നു. ഞാൻ നാഗപ്പൂരിൽ ഇരിക്കുന്ന സമയത്താണ് പാസ്റ്റർ മത്തായി സാംകുട്ടി എൻ്റെ യേശു എനിക്ക് നല്ലവനെന്നുള്ള പാട്ടെഴുതി. അദ്ദേഹത്തിന് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ വന്നപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ കൊടുത്ത പാട്ടാണ് എൻ്റെ യേശു എനിക്ക് നല്ലവനെന്നുള്ള പാട്ട്. അതിന്ന് ലോക പ്രസിദ്ധമാണ്. മാരാമൻ കൺവെൻഷനൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടായ്മയിലും പാടുന്നൊരു പാട്ടാണ് എൻ്റെ യേശു എനിക്ക് നല്ലവൻ. അതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ പാസ്റ്റർ മത്തായി സാംകുട്ടിയാണ്. അവിടെ നിന്ന് ഞാൻ ഭോപ്പാലിലേക്ക് കടന്നുപോയി. ഭോപ്പാലിലെ എൻ്റെ ജീവിതം വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നാൽ ദൈവം അവിടെയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൻ വിളസൻ, ഇന്ന് അദ്ദേഹം ഒരു വലിയ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അന്ന് അദ്ദേഹത്തിന് പാല് മേടിച്ച് കൊടുക്കാൻ കൊണ്ട് എനിക്ക് പൈസ ഇല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റ തുണിയേ ഉള്ളെങ്കിലും ഞാൻ ഇല്ലായ്മ കാണിക്കത്തില്ല. എപ്പോഴും എൻ്റെ ഡ്രസ്സ് വെള്ള ഡ്രസ്സും കറുത്ത പാൻറ്റും വെള്ള ഷർട്ടുമാണ്. അതുമാത്രം എൻ്റെ ഭാര്യയ്ക്കന്ന് ഒരു ബ്ലൗസേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചില ദിവസങ്ങളൊക്കെ ക്ഷീണിതരായി എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരുന്ന സന്ദർഭത്തിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയിൽ കാണുവാനിടയായി. പെട്ടെന്ന് എൻ്റെ രണ്ടാമത്തെ മകൻ ബെന്നി ഉണ്ടാകാൻ വേണ്ടിയായി. ആ പ്രസവ സമയത്ത് 10 പൈസ പോലും കയ്യിലില്ലായിരുന്ന സന്ദർഭത്തിൽ, അത് പത്രിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ബത്തൂൾ അവിടെ പോയി ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. ഞാനവിടെ പോയി യോഗങ്ങൾ നടത്തി ആ സഭ ചർച്ചോട് ചേർക്കുവാൻ വേണ്ടിയായി തീർന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ CV ആൻഡ്രൂസ്, അതേ സാമ്പത്തികമായി ഞെരുങ്ങുന്നുള്ള ദർശനം പത്രിക്കട ജോൺസൺ അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് ദർശനമുണ്ടായി. ഒരു 300 രൂപയുടെ മണി ഓർഡർ എനിക്ക് അയച്ചെന്ന് ഓർക്കുന്നു. ആ ദൈവദാസൻ എനിക്ക് മറക്കാനൊക്കത്തില്ല. അദ്ദേഹവും മരിച്ചുപോയി. ആ $300 കിട്ടിയോണ്ടാണ് എൻ്റെ അന്നത്തെ വാടകയൊക്കെ കൊടുത്ത് അത് കുഞ്ഞിന് പാലൊക്കെ മേടിച്ച് കൊടുക്കാൻ ഇടയായി തീർന്നത്. എൻ്റെ ഇളയമാൻ ബെന്നിയും പെട്ടെന്നുണ്ടായി. വളരെയധികം വിഷമങ്ങൾ സഹിച്ചു. അന്നെങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ M.I. ജോസഫ് അന്ന് എന്നെ അവിടെ നിന്ന് എന്നെ ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബോംബെയിൽ 7 വർഷക്കാലം ശുശ്രൂഷിച്ചു. ബോംബെയിലും ഭോപ്പാലുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയാം, ഭോപ്പാലൊക്കെ വലിയ ചില റൗഡികളെ സ്നാനപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. ഭോപ്പാലിൽ M.O. ജോൺ എന്ന് പറയുന്ന ഒരു ജോൺ ബ്രദർ, ലംബ ജോൺ എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ വലിയ നീളമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി ഞാൻ സുവിശേഷം അറിയിച്ചു. രാത്രി 12 നിന്നിട്ട് അദ്ദേഹം മുൻപോട്ട് കടന്നു വരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസമ്മ അത് നല്ല സഹോദരിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും അങ്ങ് സമ്മതിക്കാനൊക്കെ പറഞ്ഞിട്ടും ഇദ്ദേഹം കൂട്ടാക്കുന്നില്ല. ക്ഷമയുടെ എല്ലാം കേൾക്കും. രാത്രി ഒരു 2 മണി, ഒരു 4 മണി ആയപ്പോൾ ഡോക്ടർ ഇയോ വറീസ്, അന്ന് നമ്മുടെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം നല്ലൊരു സുവിശേഷ പ്രവർത്തനാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഡോക്ടർ ഇയോ വറീസും അതേ വെളുപ്പിനെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ലംബ ജോൺ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. വെളുപ്പാങ്കാലത്ത് ഒരു അത്ഭുത പ്രവൃത്തി പറയുകയാണ്. വെളുപ്പാങ്കാലത്ത് അദ്ദേഹത്തിന് ആരും അറിയാതെ സ്നാനപ്പെടണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. ഞങ്ങൾ ഭോപ്പാലിൻ്റെ പ്രദേശത്തൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വെളുപ്പാങ്കാലത്ത് 5:30 മണിക്ക് ഒരു ലേക്കിൽ കൊണ്ടുപോയി തണുപ്പ് സമയത്ത് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാൻ കൊണ്ടിയായിത്തീർന്നു. അദ്ദേഹത്തെ അന്ന് സ്നാനപ്പെടുത്തുന്നത് അതേ പാസ്റ്റർ ND ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണ്. അദ്ദേഹവും മരിച്ചുപോയി. അങ്ങനെ ആ ലംബ ജോൺ ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ശക്തനായ പാസ്റ്ററാണ്. എൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് അനേക പേരെ സുവിശേഷ വേളയിൽ വാർത്തെടുക്കാൻ തക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ ഭോപ്പാലിലെ ശുശ്രൂഷയിൽ കടന്നു വന്ന ആ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇന്ന് ആന്ധ്രയിൽ അദ്ദേഹത്തിൻ്റെ സഭയിൽ ആ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയുടെ ഒരു പാസ്റ്ററാണ്. എൻ്റെ അറിവനുസരിച്ച് 20,000 പേര് ആ സഭയിലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. ഈ ധൃതി വെച്ചുകൊണ്ട് എൻ്റെ പേര് മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. 22,000 ആൾക്കാർ വർഷിപ്പ് ചെയ്യുന്ന ആ സഭയിലെ പാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കാര്യം പറയും. എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് പാസ്റ്റർ CV ആൻഡ്രൂസാണ്. അങ്ങനെ ലോകത്തിൻ്റെ എമ്പാട് എൻ്റെ ഈ ശുശ്രൂഷാകാലത്ത് 18 വർഷത്തെ നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷാകാലത്ത് അനേകരെ കർത്താവിലേക്ക് കടന്നു വന്നു. ഞാൻ ബോംബെ ശുശ്രൂഷിക്കുന്ന സമയത്തും അനേക അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. ഞങ്ങളുടെ സഭയിൽ ഒരു പയ്യനെ പിള്ളാരപ്പെടുത്തക്കാർ പിടിച്ചുകൊണ്ട് പോയി. ജോസഫ് എന്നാണ് പേര്. ഇന്ന് അദ്ദേഹം ഷാർജയിലെ സഭയിലെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മസ്കറ്റിലാണ്. അപ്പോൾ എന്നെ വിളിച്ചു, ജോസഫിനെ കാണാനില്ല. ഞാൻ ഒരു അത്ഭുത പ്രവൃത്തി മാത്രം പറഞ്ഞു വിടുകയാണ്.
ഞാൻ പറഞ്ഞു ഞാനിതാ വരുന്നു. 3 ട്രെയിൻ മാറി ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ മാതാവും 2 പെമ്മക്കളും അവർ വളരെ നിരാശരായി, കൊച്ചു പെൺപിള്ളേരാണ്, നിരാശരായിട്ടിരിക്കുകയാണ്. ഇന്ന് ആ കുഞ്ഞമ്മയെന്ന് പറഞ്ഞ സഹോദരി ഇന്ന് ജീവനോടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഉപവാസ പ്രാർത്ഥന വെച്ചു. 5 ദിവസം ഉപവസിക്കുകയാണ്, ജോസഫിനെ കാണുന്നില്ല. 4-ാം ദിവസം ഒരു സാക്കിനാക്കാലിലെ ഒരു സഹോദരി, തോമസ് ജോണിൻ്റെ ഭാര്യ പറഞ്ഞു, പേര് ഞാൻ മറന്നുപോയി, പറഞ്ഞു ഇന്ന് അവരുടെ മക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ ഡോക്ടേഴ്സാണ്. പറഞ്ഞു നാളെ ഈ സമയത്ത് 2:30 ആകുമ്പോൾ ജോസഫ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ 2:30 ആകുമ്പോൾ ജോസഫ് വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെല്ലാം കംപ്ലയിൻറ്റ് കൊടുത്തു. ഒരുപാട് പിള്ളേരെ പിടുത്തക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. ബോംബെ റെയിൽവേ ചെന്നാൽ അറിയാം, കണ്ണ് പൊട്ടിയ ഒരുപാട് പിള്ളേരെ കാണും. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു ജോസഫ് 2:30 ആകുമ്പോൾ വരും. ഈ പ്രവചനം കുഞ്ഞുവളെന്നാണ് ആ സഹോദരിയുടെ പേര്. ആ കുഞ്ഞുവൾ പ്രവചിച്ച് 2:30 ആകുമ്പോൾ ജോസഫ് വരും. 2:15 ആയപ്പോൾ അനക്കയില്ല, 2:25 ആയപ്പോൾ അനക്കയില്ല. 2:30 ആയപ്പോൾ ഞാൻ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. ജോസഫ് വന്നു എന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. ഞാൻ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ജോസഫ് കയറി വരുന്നു. അങ്ങനെ വലിയൊരു മിറക്കളുണ്ടായി. പിള്ളേരെ പിടുത്തക്കാർ തന്നെ പിടിച്ചുകൊണ്ട് പോയി ഒരു മുറിയിൽ പിടിച്ചു കെട്ടി, വേറെ 2 പേരെയും പിടിച്ചു കെട്ടി. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഈ ജോസഫിന് ആരോഗ്യമുണ്ടായിരുന്നു. ആ ജോസഫിൻ്റെ ആരോഗ്യം കൊണ്ട് താൻ ആ തൊടൽ, അവരെ കെട്ടിയിട്ട തൊടൽ കടിച്ചു പൊട്ടിച്ച്, മറ്റേ പിള്ളേരുടെയും തൊടൽ പൊട്ടിച്ച് അവർ വെളിയിൽ ചാടി. അങ്ങനെയാണ് അവർ തിരിച്ചു വന്നത്. കണ്ണുനീരോടുള്ള പ്രാർത്ഥന. അതിനുശേഷം എന്നെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഡൽഹിയിൽ ഒരു വലിയ ബിൽഡിംഗ് പണിയുവാൻ കൊണ്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അനേക അത്ഭുതങ്ങൾ അവിടെ നടന്നു. അനേക സഭകൾ സ്ഥാപിപ്പാൻ ഡൽഹിയിൽ 14 സഭകൾ സ്ഥാപിപ്പാൻ ഇടയായി. ഇന്നവിടെ 28 സഭകളുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരു മഹനീയമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്നെ നോർത്തേൺ സോണിൻ്റെ ഓവർസിയറായിട്ട്, ഡിസ്ട്രിക്ട് ഓവർസിയറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയായി തീർന്നു. അനേക സഭകൾ സ്ഥാപിച്ചു. ഡൽഹിയിൽ നടന്ന മിറക്കളൊക്കെ പറയാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും. ദൈവം അങ്ങനെ ഡൽഹിയുടെ പ്രദേശത്ത് ഒരു വലിയ കൂട്ടത്തെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. ഒരു വലിയ സഭാഗോള്, 3 നിലയുള്ള സഭാഗോള് പണിയുവാൻ ഞാൻ ഇരുന്ന സ്ഥലങ്ങളൊക്കെ അതേ സഭാഗോളിൻ്റെ ആരംഭം കുറിക്കുകയോ സഭാഗോൾ പണിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥാപനം കണ്ടുപിടിപ്പാൻ കൂടി ആയിത്തീർന്നു. പാസ്റ്റർ ഷാജി കാറിക്കൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. അദ്ദേഹം ചോദിച്ച അടുത്ത ചോദ്യം, എങ്ങനെയാണ് അമേരിക്കയിൽ വരാൻ തക്കണം കാരണം? എൻ്റെ പെങ്ങൾ അമേരിക്കയിലുണ്ട്. എൻ്റെ പെങ്ങൾ ഹൂസ്റ്റണിൽ, അത് എൻ്റെ അളിയൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്. എൻ്റെ പെങ്ങളൊരു നേഴ്സാണ്. അവർ സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഹൂസ്റ്റൻ്റെ പ്രദേശത്ത്. എൻ്റെ പെങ്ങൾ മുഖാന്തരമാണ് ഞാൻ അമേരിക്കയിൽ കടന്നു വരാൻ കൂടിയായി തീർന്നത്. ഞാൻ ഹൂസ്റ്റണിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ എന്നെ പല സഭകളിൽ നിന്ന് വിളിക്കാൻ കൂടിയായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് പാസ്റ്റർ പി കുര്യൻ എന്നെ വിളിച്ചു അവിടെ വരാൻ. അവിടെ ഞാൻ കടന്നുപോയി. അതിന് ശേഷം എന്നെ ഫ്ലോറിഡായിൽ നിന്ന് വിളിച്ചു. ഫ്ലോറിഡായിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ സഭ എന്നെ സ്വീകരിച്ചു. ഞാൻ അങ്ങനെ ആ സഭ ഏറ്റെടുക്കുവാൻ കൂടിയായി. അവിടെയും ഒരു ആരാധനകൾ ഉണ്ടാകുവാൻ കൂടിയായി തീർന്നു. ഏകദേശം 11 വർഷക്കാലം ഫ്ലോറിഡയുടെ പ്രദേശത്ത് പ്രവർത്തിപ്പാണ്ടിയായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, എൻ്റെ ഭാര്യയുടെയും എൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ജോലിയില്ലാതെ ഇരിക്കുന്നവരെ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ തക്കവണ്ണം എനിക്ക് വലിയ കഴിവൊന്നുമില്ലെങ്കിലും ഞാൻ ഓരോ കമ്പനിയിൽ കയറി ഇവരെയും കൊണ്ട് പോയി അനേകർക്ക് ഫ്ലോറിഡയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ ഒരുപാട് പേരെ ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ തന്നെ 140-ലധികം ആൾക്കാരെ ഞാൻ അമേരിക്കയിൽ പറഞ്ഞു വിടത്തക്ക നിലയിൽ ഞാൻ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ 1985 അമേരിക്കയിൽ വിസിറ്റിങ്ങിന് വന്നപ്പോൾ ആ കാൽവറി ടാബർനാക്കിൾ വെർജീനിയയിലുള്ള ഒരു കോൺഫറൻസിലെ അവിടുത്തെ പാസ്റ്ററുമായിട്ട് പരിചയപ്പെട്ട് ന്യൂയോർക്കിൽ തോമസ് കുറ്റിപ്പുറത്തിൻ്റെ ഭവനത്തിൽ പാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ യോഗം നടത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്ത് ഇന്ത്യയിലെ അവരുടെ ഒരു കോർഡിനേറ്ററായിട്ട് നിയമിക്കാനിടയായി. നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്പോൺസർ ട്രൈ ചെയ്താം എന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിയിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം ഡൽഹിയിൽ പാസ്റ്റർമാരൊക്കെ ഒരുപാട് പേര് പട്ടിണി കിടക്കുന്ന, IPC എന്നോ ചർച്ച് ഓഫ് ഗോഡ് എന്നോ ഷാരോടെന്നോ ഒന്നും നോക്കാതെ എല്ലാവരും വിളിച്ചെൻ്റെ വീട് പാസ്റ്റർമാരെ കൊണ്ടങ്ങ് നിറഞ്ഞു. ഞാൻ എല്ലാവർക്കും അവരുടെ തണലായിരുന്നു, ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവർക്കും സ്പോൺസർ വരുത്തി കൊടുത്തു. 140-ലധികം അതേ ദൈവദാസന്മാരെ അമേരിക്കയിൽ കൊണ്ടുവന്നു. ഞാൻ 1985 കടന്നു വന്നപ്പോൾ കാനഡ ക്രിസ്ത്യൻ കോളേജിൽ ജോസഫ് പടിഞ്ഞാറക്കര അദ്ദേഹത്തിൻ്റെ ഭവനത്താണ് ഞാൻ താമസിച്ചത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു 3-4 പേരുണ്ട്, അവരെ എങ്ങനെയും എനിക്കൊന്ന് കാനഡയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കാനഡ ക്രിസ്ത്യൻ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഇന്ത്യക്കാർക്കാർക്കും ഞങ്ങൾ സ്പോൺസർ ഇനിയും കൊടുക്കത്തില്ല,
വന്നവരൊക്കെ അവിശ്വസ്തത കാണിച്ചെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അന്ന് കാനഡയിൽ നിന്ന് കിട്ടിയ ഡോളർ എല്ലാം കൊണ്ട് വാരി കുറേ കാശുണ്ടായിരുന്നു. അത് ഈ ഡയറക്ടറുടെ മുമ്പിൽ ഞാൻ മേശപ്പുറത്തിട്ടു. ഞാൻ ഇത് ഡൊണേഷൻ തരുന്നു, ഞാൻ കൊണ്ടുവരുന്ന പ്രിയപ്പെട്ടവർ ഒരിക്കലും അവിശ്വസ്ത കാണിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വാക്ക് കേട്ട് അദ്ദേഹം ആദ്യമേ 2 പേർക്ക് സ്പോൺസർ തന്നു. 5-6 പേരെ ഞാൻ അമേരിക്കയിൽ കൊണ്ടുവന്നു. ഇന്നവരെല്ലാം സുവിശേഷ വേലക്കാരാണ്. അത് ഡാളസിലുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ അമേരിക്കയിൽ കൊണ്ടുവന്ന വിക്ടർ ജോർജ് പാസ്റ്റർ ഇന്ന് സിയാറ്റിലുണ്ട്. ഡാളസിൽ മരിച്ചുപോയ പാസ്റ്റർ ഷൗമേൻ, ഇവരൊക്കെ ഞാനാണ് അമേരിക്ക കൊണ്ടുവന്ന. പാസ്റ്റർ PV മാമച്ചൻ മിച്ചിഗൻ, ബീവറൻ ജോർജ് പാസ്റ്റർ, ഇങ്ങനെ എല്ലാ പാസ്റ്റർമാരുടെയും പേര് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. ഇങ്ങനെ അമേരിക്കയിൽ ഞാൻ കൊണ്ടുവന്ന അനേകരുണ്ട്. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് വലിയ സ്ഥാനമാണ്. കാരണം അവരുടെ കരകയറ്റിയ ഒരു പ്രിയപ്പെട്ടവനാണ് ഞാൻ. ഇനി ഞാൻ ഡൽഹിയിലിരുന്ന സന്ദർഭത്തിൽ ഒരു അനുഭവം പറയട്ടെ. ഡൽഹിയിൽ ഞാൻ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് 16 ലക്ഷം രൂപ ചർച്ച കൊണ്ട് ടെന്നീസിന് അയച്ചു വന്നു. അത് പോരായിരുന്നു. ഒരു സ്ഥലം വാങ്ങിച്ച ആര്യ സമാജക്കാരുടെ ഇടയിലാണ് ആ ബിൽഡിങ് പണിത്. ആ സമയത്താണ് 10-18 നേഴ്സുമാർക്ക് അത് സൗദി അറേബ്യ പോകാൻ, ഗൾഫിൽ പോകാൻ തൊക്കൊണ്ടും വീസ ലഭിച്ചു. ഇവരുടെ പലരുടെയും പൈസയില്ല. IPCക്കാരുണ്ട്, ഷാരോങ്കാരുണ്ട്. ഇവരൊക്കെ വെള്ളിയാഴ്ച എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണ്. ഇവരെല്ലാം ഒരു ദിവസം വന്ന് എൻ്റെ ഇടയ്ക്ക് വന്ന് എന്നെ അങ്കിളെന്നും അപ്പറ്റെന്നൊക്കെ വിളിച്ചങ്ങ് ഭയങ്കര സ്നേഹം. അപ്പം എനിക്ക് കാര്യം മനസ്സിലായില്ല. അവരെന്നോട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണ്, എൻ്റെ പൈസ ഇല്ല, ഈ ബിൽഡിങ്ങിൻ്റെ പൈസ കിടപ്പുണ്ട്. ഞാൻ ആരോടും ചോദിക്കാതെ 1 ലക്ഷം രൂപ അതിൽ നിന്ന് വലിച്ചെടുത്ത് ഇവർക്കെല്ലാം അത് പൈസ കൊടുത്തു. അവരെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ കടന്നുപോയി. ദൈവമക്കളെ, അവർ പൈസ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കള്ളനായി പിടിക്കപ്പെട്ടു പോയിന്. ആ പോയവരെല്ലാം ഈ ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു തന്നു. ഞാൻ എല്ലാവരും 2000 രൂപ വെച്ച് അന്നത്തെ അക്കാലത്ത് എനിക്ക് സൂട്ട് മേടിക്കാനായിട്ട് പൈസ അയച്ചു തന്നു. ഞാൻ പോരുന്ന വരെ അവർ ദശാംശം അയച്ചു തന്നു. അങ്ങനെയാണ് ഡൽഹിയിൽ 14 സഭകൾ സ്ഥാപിപ്പാൻ തക്ക ആയിത്തീർന്നത്. ആ കൊടുത്ത അതിനുശേഷമാണ് ഞാൻ അമേരിക്കയിൽ ഏകദേശം 8-10 പേരെ ഇമിഗ്രേഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ദൈവടിയാക്കിയിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ എവിടെ ചെന്നാലും എന്നെ എല്ലാവർക്കും വലിയ സ്വീകരണമാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, ഫ്ലോറിലായുടെ ആ 11 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് അവിടെ IPC എന്നോ ഷാരോണെന്നോ ഒന്നും നോക്കാതെ ആര് വിളിച്ചാലും അവർക്കൊക്കെ ഞാൻ വലിയൊരു സഹായകനായിരുന്നു. എന്നെ അവർക്കൊന്നും മറക്കാൻ തക്ക നോക്കത്തില്ല. എൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷം മരിച്ചുപോയ സന്ദർഭത്തിൽ ഞാൻ അമേരിക്ക കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെല്ലാം കടന്നു വന്ന് അവരനുശോചനം അവരൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവരെല്ലാം കടന്നു വന്നൊരു സന്ദർഭമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ എനിക്ക് മറക്കാൻ തക്ക നോക്കത്തില്ല. ഈ അറ്റ്ലാന്റയിൽ കടന്നു വന്നതിന് ശേഷം അത് ആകെ 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ലോറൻസ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ സഭയിലാണ് ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ജോൺ കോൾബോ എന്ന് പറയുന്ന പാസ്റ്റർ എന്നെ വലിയ സ്നേഹമായിരുന്നു. ഞാൻ ഫ്ലോറിഡയിൽ നിന്ന് അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇടയായി തീർന്നു. അതിന് കാരണമായി തീർന്നത് ജെയിംസും മിനിയും എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. അവർ പറഞ്ഞു, ജോൺ കോൾബോ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വാ, ഒരു റൂം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇവിടെ അടുത്താണ് ലോറൻസ് ചർച്ച് ഓഫ് ഗോഡിൽ പോയി ഒരു റൂം എടുത്ത് അവിടെ ആരാധന തുടങ്ങി. 8 പേരെ കൊണ്ട് ആരംഭിച്ചതാണ്. അതിനുശേഷം എൻ്റെ മനസ്സിൽ ഒരു സഭാഹോൾ പണിയണമെന്നുള്ള ആഗ്രഹം തോന്നി. അന്ന് മുതൽ ഞാൻ കളക്ട് ചെയ്ത് ഒരു ഓഫറിങ് എടുത്ത് 1,50,000 രൂപയോളം അതേ ഫണ്ടിലേക്ക് കടന്നു വരുവാൻ തക്ക ഒഴിവായി. അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ് എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകും മുമ്പേ ഇവിടെ അങ്ങനെ ഒരു സഭ ഉണ്ടായിരുന്നോ, അതോ എങ്ങനെയാണ് ആരംഭം? ഇവിടെ മൗണ്ട് സൈൻ എന്ന പേരിലൊരു ചർച്ച് നടക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാം ചിന്ന ഭിന്നമായി പോയി. അപ്പോൾ ഇവിടെ നിന്നുള്ള ജെയിംസും മിനിയും എന്നെ കോണ്ടാക്ട് ചെയ്തു. പാസ്റ്റർ ഇത്രയും നാളും ഫ്ലോറിഡയിലായിരുന്നില്ലേ, ഇങ്ങോട്ട് വാ, ഇവിടെ ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 6 മാസം ഫ്ലോറിഡയിൽ നിന്ന് വന്നും പോയി ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് ഈ അറ്റ്ലാന്റയെക്കുറിച്ചുള്ള ഒരു ഭാരമുണ്ടായി. എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നുള്ള ഒരു നിയോഗം എനിക്കുണ്ടായി. എനിക്ക് ഫ്ലോറിഡയിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ 1999 ഇവിടെ കടന്നു വന്ന് ഞാൻ ഓവർസിയറെ പോയി കണ്ട് അന്നുണ്ടായിരുന്ന ജെയിംസ് ഇതുപോലെ 3-4 പേർ ഉൾപ്പെടെ ഞങ്ങൾ ഒന്നിച്ച് ആരംഭിച്ച ഒരു കൂട്ടമാണ്. അതിന് ഞാനാണ് അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ് നാമകരണം കൊടുത്ത് അത് ഞാൻ ഫൗണ്ട് ചെയ്ത ഒരു ചർച്ചാണ് അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ്. ഈ ജെയിംസും മിനിയും ഇപ്പോഴും ഈ സഭയുടെ അംഗങ്ങളാണ്? അല്ല, അവർ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത്. അവരുടെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പം അവർ വേറൊരു നിലയിൽ അവിടെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു. കഴിഞ്ഞ 25 വർഷം അല്ലെങ്കിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ഈ സഭ. ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ
ഉണ്ടായ അനുഭവങ്ങൾ ഒന്ന് ചെറുതായിട്ട് യാ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. ഈ അറ്റ്ലാന്റയിൽ കടന്നു വന്നതിന് ശേഷം ഇവിടുത്തെ വേല ശക്തമാക്കണം എന്നുള്ള വലിയ ആഗ്രഹം തോന്നി. അതനുസരിച്ച് ഞാൻ പലരെയും കോണ്ടാക്ട് ചെയ്യുകയും പല പ്രിയപ്പെട്ടവർ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും പലരും സ്നാനപ്പെടുവാൻ തക്കോണം ദൈവമായ കർത്താവിടെയാക്കി. ഹിന്ദിക്കാർ സ്നാനപ്പെട്ടു, പല ഭാഷക്കാരിവിടെ സ്നാനപ്പെട്ടു. അങ്ങനെ പ്രവർത്തനം ശക്തിയായിട്ട് മുൻപോട്ട് കടന്നു വന്ന സന്ദർഭത്തിൽ ഇങ്ങനൊരു സഭാഗോൾ പണിയണമെന്നുള്ള വലിയ ആഗ്രഹം തോന്നി. എന്നെ അമേരിക്കയിൽ എല്ലായിടത്തും അറിയാവുന്നതുകൊണ്ടും എല്ലാ സഭയിലെ പാസ്റ്റർമാർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടും ഞാൻ ഏത് സഭയെ വിളിച്ചാലും ഇവിടുത്തെ IPCയിലെ സഭകളാണ് എന്നെ കൂടുതൽ സഹായിച്ചത്. ആ സഭകളിലൊക്കെ വിളിക്കുന്ന സമയത്ത് പാസ്റ്റർ വാ എന്ന് പറഞ്ഞ് അവർ ഞായറാഴ്ച പാസ്റ്റർമാർക്കൊന്നും പ്രസംഗിക്കാൻ സമയം കൊടുക്കത്തില്ല. എന്നാൽ ഞാൻ ചെന്ന സഭകളിലൊക്കെ ഞാനായിരുന്നു പ്രധാന പ്രാസംഗികൻ. എന്നെക്കൊണ്ട് അവർ പ്രസംഗിപ്പിച്ചു. ഓരോ ആഴ്ചയിലും 15,000 $20,000 കൊണ്ടാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 ലക്ഷത്തി ചില്ലുവാനും ഡോളർ ഈ ബിൽഡിങ്ങിന് വേണ്ടി കളക്ട് ചെയ്യുവാൻ തക്കൊന്നും ദൈവമായ കർത്താവിടെയാക്കി. അതിനുശേഷം അന്നുണ്ടായിരുന്ന നമ്മുടെ പല സഹോദരന്മാർ, ചിലരുടെ പേര് പറഞ്ഞാൽ ചിലരുടെ പേര് വിട്ടുപോകും, അങ്ങനെ ചില ആക്റ്റീവായിട്ടുള്ള സഹോദരന്മാർ ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രവർത്തിച്ച് ഇങ്ങനെ ഈ സ്ഥലം വാങ്ങിപ്പാൻ തക്കൊണ്ണം ഇടയായി തീർന്നു. ഞങ്ങളിപ്പോൾ ആരാധിക്കുന്ന ഈ സ്ഥലം ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആ റെസ്റ്റോറൻറ്റ് തകർന്നു പോയിട്ട് നശിച്ചു പോയിട്ട് അത് വിൽക്കാനിട്ടപ്പോൾ അവരെ കണ്ടപ്പോൾ അവർ $7,50,000 ചോദിച്ചത്. ഞങ്ങൾ വെറും ഒരു വാക്ക് $1,50,000 ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അതിന് ആ ഓണർ അന്ന് സമ്മതിച്ച് അങ്ങനെ അത്ഭുതമായി കിട്ടിയ ഒരു സ്ഥലമാണിത്. അതിനുശേഷമാണ് ഞാൻ ബിൽഡിംഗ് കളക്ഷന് വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ ചെന്ന സ്ഥലങ്ങളിലെല്ലാം അത് എന്നെ സാമ്പത്തികമായി സഹായിച്ചു. ഏകദേശം 1 മില്യണോളം അക്കാലത്ത് ഈ ബിൽഡിങ്ങിന് വേണ്ടി ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്പം കടഭാരങ്ങളുണ്ടായിരുന്നു. ആ കടഭാരങ്ങളെല്ലാം ഇങ്ങനെ ഞങ്ങൾക്ക് വീട്ടി ഈ ബിൽഡിങ്, മനോഹരമായ ബിൽഡിങ്, 10-12 സൺഡേ സ്കൂൾ റൂമുകൾ, ക്ലാസ്സുകൾ നടക്കത്തക്ക നിലയിൽ 14 ക്ലാസ്സുകളോളം നടക്കത്തക്ക നിലയിൽ 2 നിലയിൽ ഈ ബിൽഡിങ് തീർക്കാൻ തക്കൊണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കി. ഇതിപ്പോൾ പെയ്ഡ് ഓഫ് ആയി. അങ്ങനെയിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന സന്ദർഭത്തിൽ ആരാധന ഓൺലൈനിൽ കൂടെ ആയി. അങ്ങനെ സൂം മീറ്റിംഗ് വന്നു. പിന്നീട് അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. അതിൽ കൂടെ അനേക ദൈവദാസന്മാരെ, പ്രാപ്തരായ ദൈവദാസന്മാരെ വിളിച്ച് ബൈബിൾ ക്ലാസ് എടുത്ത് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ബൈബിൾ സ്കൂളാണ് എവരി ഹോം ബൈബിൾ സ്കൂൾ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ 2014 എൻ്റെ ഭാര്യ രോഗിയായിപ്പോയി. അത് സോഡിയം കുറഞ്ഞു പോയതാണ് കാരണം. ഹാർട്ടിന് 3 സ്റ്റെൻ്റ് ഇട്ടു. എൻ്റെ ഭാര്യ ഈ സഭയിൽ വളരെ ആക്റ്റീവായിരുന്നു. എല്ലാ കുടുംബത്തിനും വളരെ സഹായിയായിരുന്നു. ഒരു വലിയ സൽക്കാരപ്രിയായിരുന്നു. കഴിഞ്ഞ 1973 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അന്ന് മുതൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സൗന്ദര്യവതിയായ എൻ്റെ ഭാര്യ എന്നോടൊത്ത് ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ആൾക്കാർക്ക്, വിശ്വാസികൾക്കെല്ലാം എന്നെക്കാൾ ഇഷ്ടം തങ്കമ്മയോടായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ആരെങ്കിലും പ്രസവിച്ചു കിടന്നാൽ അവിടെ ഒരു ബാഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഭക്ഷണമായിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക, ആ പാവങ്ങളെ സഹായിക്കുക, അതേ ഒറ്റ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവരുടെ വീട്ടിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കുക. എല്ലാവർക്കും, ഈ അറ്റ്ലാന്റയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റു സഭക്കാർക്കും ഒക്കെ എൻ്റെ ഭാര്യ വലിയ ഒരു അനുഗ്രഹമായിരുന്നു. അത് 2014 മുതൽ രോഗിയായി 2023 കഴിഞ്ഞ വർഷം 2023 ജനുവരിയിൽ എൻ്റെ ഭാര്യ ഈ ലോകം വിട്ട് കർത്താവിൻ്റെ സന്താനത്തിലേക്ക് പോയി. എൻ്റെ ഭാര്യ രോഗിയായി കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മകനെ, നിൻ്റെ സഭയുടെ ശുശ്രൂഷ അത് തീർന്നു. ഞാൻ ഏകദേശം ഇപ്പോൾ 55 വർഷത്തോളം ഒരു ഇടയനായി സഭാ ശുശ്രൂഷനായിട്ട് ശുശ്രൂഷിപ്പാൻ തക്കണം ദൈവമിടയാക്കി. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, നീ സഭാ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുക, നിന്നെ ഞാൻ മറ്റൊരു മുഖത്തേക്ക് വിടാൻ തക്കണം പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. സാധാരണഗതിയിൽ സ്വപ്രയത്നത്തിൻ്റെ ഫലവും ദൈവകൃപയും കാരണം പലയിടങ്ങളിലും ആത്മാക്കൾ മുൻപോട്ട് വന്നു, സഭാ കെട്ടിടങ്ങളുണ്ടായി. എന്നാൽ പലപ്പോഴും ചിലരെങ്കിലും അല്പം സ്വാർത്ഥത അക്കാര്യത്തിൽ കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ സ്വന്തം മക്കളെ ആ ചുമതലകളെ ഏൽപ്പിക്കുന്ന, അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവരത് ചെയ്യണമെന്ന താല്പര്യക്കാരനാണ്. അങ്ങനെയുള്ള ഒത്തിരി സഭകളും
പ്രസ്ഥാനങ്ങളും നമുക്കുണ്ട്, മലയാളികൾക്കിടയിലും മറ്റ് സഭകൾക്കിടയിലും. എന്നാൽ അങ്ങനെ ഒരു ബ്ലസ്സൻ നല്ലൊരു സംഘാടകനാണ്, നല്ലൊരു മ്യൂസിഷ്യനാണ്. അങ്ങനെയൊക്കെ ഉള്ള നിലകളിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്താമായിരുന്നു. എന്നാൽ അതല്ല, ഞാൻ ശുശ്രൂഷിച്ച എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടു പോകത്തക്ക നിലയിൽ മറ്റൊരാളെ ഇത് ഏൽപ്പിക്കണമെന്ന ചിന്ത എന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്? എനിക്ക് എൻ്റെ മൂത്ത മകൻ ബ്ലസൻ വളരെ കഴിവുള്ളവരാണ്. 2 മക്കളും നല്ല അനുഗ്രഹിക്കപ്പെട്ട 2 ആൺമക്കളാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. 2 പേരും വളരെ കഴിവുള്ളവരാണ്. ഞങ്ങൾ വളരെ പട്ടിണി കിടന്നവരാണ്. എന്നാൽ ആ നിലയിൽ വളർന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ഒരു പാർസനേജിൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് അവർ രുചിച്ചറിഞ്ഞ 2 കുഞ്ഞുങ്ങളാണ്. അവർക്ക് സുവിശേഷ വേലയോട് വലിയ താല്പര്യമുള്ള കുഞ്ഞുങ്ങളാണ്. ദൈവദാസന്മാരെ സഹായിക്കുന്ന കാര്യത്തിൽ അവർ വളരെ ഉത്സുകരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിളിയില്ലാതെ ഞാൻ ശുശ്രൂഷ ഈ സഭയിൽ എൻ്റെ മകനെ പിടിച്ച് പാസ്റ്ററാക്കുന്ന കാര്യത്തിൽ ഒരു സ്വാർത്ഥ താല്പര്യം എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു താല്പര്യം ഞാൻ ആഗ്രഹിച്ചുമില്ല. എൻ്റെ മകനെ പലരും പറഞ്ഞു, പാസ്റ്റർ വിടുന്ന സമയത്ത് ബ്ലസ്സനെ പിടിച്ച് ഇവിടെ ആക്കിയിട്ടേ പോകാമെന്ന്. അദ്ദേഹത്തിന് വിളിയില്ലാതെ ഞാൻ ഈ സഭയെ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ഈ സഭ നശിച്ചു പോകത്തേ ഉള്ളൂ. അദ്ദേഹത്തിനും അതിന് താല്പര്യമില്ല. അദ്ദേഹം ഇന്ന് ലോകമെങ്ങും അറിയപ്പെടുന്ന 3 ലക്ഷം പേര് ജോലി ചെയ്യുന്ന ആ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ദൈവം അവനെ ഉയർത്തി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതിൻ്റെ ഒരു വലിയൊരു ഓഫീസറാണ്. അദ്ദേഹം പാൽ കുടിച്ച് ശരിയായിട്ട് വളർന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ ദൈവം അദ്ദേഹത്തിന് സ്വയമായ അതേ ഒരു കഴിവ് കൊടുത്തു. ചെറിയ പ്രായം മുതൽ കീബോർഡ് വായിക്കാനും ഹാർമോണിയത്തിലാണ് തുടങ്ങിയത്. സ്വന്തമായി പഠിച്ചെടുത്ത ഒരു ജെയിംസ് എന്ന് പറഞ്ഞ ആളിനെ വരുത്തി ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. പക്ഷേ 2 കുഞ്ഞുങ്ങൾക്കും സ്വയസിദ്ധമായൊരു വാസനയുണ്ടായിരുന്നു. എൻ്റെ ഇളയ മോനും എല്ലാ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നവരാണ്. അവനും IT ഒരു ജോലിക്കാരനാണ്, സ്വന്തം കമ്പനിയാണ്, അത് വാഷിംഗ്ടൺ DC. ഞാനത് എല്ലാ നിലയിൽ അനേകരെ സഹായിച്ചിട്ടുണ്ടോ? പാവങ്ങൾ അനേകർക്ക് വീടുകൾ വെച്ച് കൊടുക്കാൻ തക്കവണ്ണം അത് ഇടയായി തീർന്നിട്ടുണ്ട്. ഞാനിരുന്ന സഭയിൽ, പ്രത്യേകിച്ച് ഈ അറ്റാണ്ട സഭയിൽ ഇരുന്നുകൊണ്ട് തന്നെ പണം കളക്ട് ചെയ്ത് ലേഡീസിനെല്ലാം ഉത്സാഹിപ്പിച്ച് പാവങ്ങൾക്കായ അനേകർക്ക്, എൻ്റെ പണമല്ല, വിശ്വാസികളുടെ പണം കൊണ്ട് ഞാൻ അനേകരെ സഹായിപ്പാടിയായിട്ടുണ്ട്. അനേക സുവിശേഷ ഫലക്കാരെ സഹായിപ്പാടിയായിട്ടുണ്ട്. അനേക സാധു കുടുംബത്തിലെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ തക്ക ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ അനേകരെ പഠിപ്പിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ലോകത്തിൽ എവിടെ ചെന്നാലും ഞാൻ സഹായിച്ചിട്ടുള്ള അനേകരെ ഓരോ സഭകളിലുണ്ട്. ഈ അമേരിക്കയിലെ IPC സഭയിൽ, ഷാരോൺ സഭയിൽ, അസംബ്ലീസ് ഓഫ് സഭയിൽ എൻ്റെ ശുശ്രൂഷയിൽ വന്നിട്ടുള്ള ഒരുപാട് പേര് അതാത് സഭകളിലുണ്ട്. എന്നാൽ ഈ കോവിഡ് വന്ന സന്ദർഭത്തിലും എൻ്റെ ഭാര്യ സുഖമില്ലായിരിക്കുന്ന സമയത്തും എനിക്ക് ദൈവിക ഉത്തേജനമുണ്ടായി, എനിക്ക് ദൈവിക ആലോചന ഉണ്ടായി. മകനെ, നിൻ്റെ സഭാശുദ്ധ കാലം തീർന്നിരിക്കുന്നു, അതുകൊണ്ട് നീ ഇതിന്ന് മാറണമെന്നുള്ള ഒരു പ്രേരണ എനിക്കുണ്ടായി. അത് ഞാൻ എൻ്റെ മക്കളെ അറിയിച്ചു. മക്കൾക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഇനി ഞാൻ ഇരുന്നാൽ ഈ സഭയിൽ നിന്ന് ചിലപ്പോൾ ആൾക്കാർ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നല്ല നിലയിൽ നല്ലൊരു ശുശ്രൂഷയുടെ മുഖത്തിരിക്കുന്ന സമയത്ത് ഞാനത് മറ്റൊരാളെ ഏൽപ്പിക്കുന്ന നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവരും അതിനകത്ത് സമ്മതിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്താണ് പാസ്റ്റർ തോമസ് മാമൻ്റെ മകൻ എബി മാമൻ, അദ്ദേഹം ഹാർവസ്റ്റ് ചർച്ച് പാസ്റ്ററായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അവിടുന്ന് വിടുന്നെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് പകരം ഈ സഭയുടെ ശുശ്രൂഷനായിട്ട് കണ്ടിരിക്കുന്നത് ഞാൻ എബി മാമൻ പാസ്റ്ററാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കി. അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ആദ്യത്തെ വാക്കിൽ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവിടാണ് അതിൻ്റെ നിയോഗം എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ വന്നു. ഞാൻ സഭക്കാരെ കമ്മിറ്റിയെല്ലാം അറിയിച്ചു. അവരംഗീകരിച്ചു. ഓവർസറെ പോയി കണ്ടു. ഓവർസർ അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. അദ്ദേഹവും ഭാര്യയും ഈ സഭയിലേക്ക് കടന്നു വന്ന് ഞാൻ മനസ്സോടെ അധ്വാനിച്ചുണ്ടാക്കിയ, അനേക സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ടു പോയി അധ്വാനിച്ചുണ്ടാക്കിയ ഈ ബിൽഡിങ്, ഇതിലെ സഭയിലെ വിശ്വാസികളും സകല ഇൻസ്ട്രുമെൻറ്റുള്ള ഒരു സഭയാണ് ഞങ്ങളുടെ സഭ, അറ്റാണ്ട ചർച്ച് ബോർഡ്. ഏറ്റവും ഒരു വലിയ സഭയായി മാറിയ ഈ സഭ, ഞാൻ നല്ല വരുമാനം മേടിച്ചുകൊണ്ടിരുന്ന ഈ സഭ, ആ സഭ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ എബി മാമനെ ഏൽപ്പിക്കാൻ തക്ക ഇടയായിത്തീർന്നു. അദ്ദേഹം വന്നതിന് ശേഷം വീണ്ടും സഭയുടെ പ്രവർത്തനങ്ങൾ വ്യാകുലപ്പെടാൻ തക്ക തുടങ്ങി. ഇപ്പോൾ 25ാമത്തെ സിൽവർ ജൂബിലി നടത്താൻ പോവുകയാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഉത്സാഹം കൊണ്ടാണ്. എനിക്ക് വലിയൊരു സെൻറ്റ് ഓഫ് മീറ്റിംഗ് ലഭിക്കാൻ തക്ക ഇടയായിത്തീർന്നു. ഇനി അടുത്തൊരു അത്ഭുതം,
എൻ്റെ ഭാര്യ 2023 ജനുവരി മാസം 27-ാം തീയതി എന്നെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ 2014 മുതൽ ഞാൻ അവൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. ഒരു ഭാര്യയെ ഏതെല്ലാം നിലയിൽ അവളെ സൂക്ഷിപ്പാണ്ടിയായിത്തീർന്നു. ഞാൻ പലയിടത്തും കൺവെൻഷന് പോകുമ്പോൾ അവൾ ഉത്സാഹം കൊണ്ടാണ് എൻ്റെ മക്കൾ ഇംഗ്ലീഷ് പഠിക്കാനും അവരെ പഠിപ്പിക്കാനും വളരെ ഉത്സാഹിച്ച് അവൾ കഷ്ടപ്പെട്ടാണ് ഈ പിള്ളേരെ വളർത്തിയത്. അവളുടെ പ്രാർത്ഥനയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ നിലയിൽ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. നല്ല സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങൾ. എനിക്ക് 5 കൊച്ചുമക്കളെ ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കുടുംബമാണ്. എൻ്റെ മൂത്ത മകന് 3 കുഞ്ഞുങ്ങൾ. ജോയാനെയാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് വർഷിപ്പിൻ്റെ ഈ സഭയുടെ ലീഡറായിട്ട് അത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എൻ്റെ മകനാണ് നല്ലൊരു ട്രാൻസ്ലേറ്ററാണ്. പാസ്റ്റർ എബി മാമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ സഭയിൽ ഏറ്റവും ശക്തനായി നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രിയപ്പെട്ട മകനാണ് ബ്ലസൻ ആൻഡ്രൂസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോയ്സ് വളരെ മിടുക്കിയായി ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകളാണ് ജൂലിയ, ജോഷുവ. അവരൊക്കെയും ഈ ചർച്ചിൻ്റെ ഭാഗവാക്കളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകൻ ബെന്നി ആൻഡ്രൂസ്, അദ്ദേഹം വെർജീനിയയിൽ IT-യുടെ ഒരു സ്വന്തം കമ്പനിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല നിലയിൽ, സാമ്പത്തികമായ നിലയിൽ 2 കുഞ്ഞുങ്ങളും സമ്പന്നരെന്ന് പറയത്തക്ക നിലയിൽ ദൈവം തമ്പുരാൻ അവരെ ഉയർത്തുവാൻ്റെ കൂടെയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കവിതയും അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവളും, അതുപോലെ ജോയ്സും അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവളുമാണ്. അവരുടെ അപ്പനും അമ്മയും ഒക്കെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ഇളയ മകന് 2 മക്കളെ, നേതന്, നോഹ, 2 കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായി ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എൻ്റെ ഭാര്യയുടെ ശവടക്കിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ മരിച്ചു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ കടന്നുപോയി, ബിനോയിയെയും കൂട്ടിക്കൊണ്ട് കടന്നുപോയി. അതിനു വേണ്ടിയുള്ള സെമിട്രി എല്ലാം ബുക്ക് ചെയ്ത് ഞാൻ അതിൻ്റെ പണം അത് അടുത്ത $24,000 അത് മൊത്തം അടച്ചു തീർത്തു. അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പം വീണ്ടും ശവടക്കാൻ നടത്തി വന്നപ്പം ഇത്ര കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ $15,000 ആ പൈസ കൊടുക്കാൻ എൻ്റെ ഉണ്ട്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഞാൻ കൊണ്ടുവന്ന കുടുംബങ്ങളെല്ലാം അന്നിവിടെ കടന്നു വന്ന് അവരുടെ അനുശോചനം രേഖപ്പെടുത്തി. പോകാൻ നേരത്ത് അവർ കൈ വാരി എനിക്ക് പൈസ തന്നു. വേണ്ടാന്ന് പറഞ്ഞ് കേൾക്കത്തില്ല. ഞാൻ വീട്ടിൽ വന്ന് പൈസ എല്ലാം കൂടെ കട്ടിലെ കുറഞ്ഞിട്ടപ്പം വലിയൊരു എമൗണ്ട്, ഒരു 10 പൈസ പോലും എനിക്ക് ചിലവാക്കേണ്ടി വന്നില്ല. ആ ഭയങ്കരമായ കടം, അത് എൻ്റെ ഭാര്യയുടെ ആ ചിലവ് കഴിഞ്ഞിട്ടും എൻ്റെ പണം ഇഷ്ടം പോലെ മിച്ചമുണ്ടായിരുന്നു. ഞാൻ അന്ന് ഒരു ചെറിയ പേരിൽ അനക്കിയത് കൊണ്ട് അനേക കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ, അവരുടെ കൊച്ചു മക്കളൊക്കെ നല്ല നിലയിൽ ഉദ്യോഗസ്ഥരാകുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുള്ളൂ, പക്ഷേ ഞാൻ പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിച്ച്, അത് എവരി ഹോം ബൈബിൾ സ്കൂൾ. ഞാൻ പാസ്റ്റർ തോമസ് മാമിൻ്റെ മകനെക്കുറിച്ച് ഒന്നുകൂടെ പറയട്ടെ. അദ്ദേഹം ശക്തനായൊരു പാസ്റ്ററാണ്. ഈ സഭയെ നടത്താൻ തക്കണം വലിയ കഴിവുള്ളവനാണ്. 3 ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം 3 ലാംഗ്വേജ് നല്ലോണം അറിയാം. എന്നെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിറ്റി, എത്ര അനുഗ്രഹിക്കപ്പെട്ട സഹോദരി. ഈ സഭയുള്ള എല്ലാവർക്കും ആ സഹോദരിയെ വലിയ കാര്യമാണ്. ഒരു വിശുദ്ധയായ സ്ത്രീ, പക്വതയുള്ളൊരു സ്ത്രീ, ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന ആ ലിറ്റിയുടെ മാതാവും പിതാവും മരിച്ചു പോയതാണ്. ഒരു പിതാവിൻ്റെ വാത്സല്യം അധികം അറിയുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോയതാണ്. എന്നെ ഒരു പിതാവ് തുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ എബി മാമനും ലിറ്റിയും ഓർത്ത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ, 3 കുഞ്ഞുങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. പാസ്റ്റർ തോമസ് മാമൻ, അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഒരേ നിലയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുടുംബങ്ങളാണ്. പാസ്റ്റർ എബി മാമന് ഇവിടെ വലിയ വേലയുണ്ട്. അനേക പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കും. ഒരു പുതിയ ദിശയിലേക്ക് ദൈവം കർത്താവിൻ്റെ ദാസനെ ഈ സഭയുടെ പൂർണ്ണസമയ വേലക്കാരൻ എന്ന നിലയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഞാനൊരു ബൈബിൾ ടീച്ചറാണ്. ദുരുപദേശങ്ങളെ കണ്ണിക്കുന്ന വ്യക്തിയാണ്. എന്നെ ഇവിടുത്തെ പല ഈ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരാരും എൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ അവർക്ക് നേരെ നിൽക്കാൻ ഒത്തിട്ടില്ല. അവർ തല കുണിക്കേണ്ടി വന്നു. എന്നെ ദൈവത്തിൻ്റെ വചനം ഞാൻ ചെറിയ പ്രായം മുതൽ പഠിച്ചതുകൊണ്ടും ദൈവദാസന്മാരെന്നും കാനമച്ചന് ഞാൻ ഏറ്റുപറഞ്ഞത് നടന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാവങ്ങളെ സ്നേഹിക്കേണ്ടതായ വിധം അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അദ്ദേഹത്തിന് ഏറ്റുപറഞ്ഞ കാലത്തിലെ ആ ശുശ്രൂഷ അത് എന്നെ ഒരു ജ്ഞാനിയാക്കി മാറ്റത്തക്ക നിലയിൽ അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് പഠിപ്പാടിയായിട്ടുണ്ട്. IPCയുടെ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ PK ചാക്കോ
എൻ്റെ ചെറിയ പ്രായം മുതൽ അദ്ദേഹത്തിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ദൈവജനം ഉപദേശങ്ങൾ നന്നായി പഠിച്ചൊരു വ്യക്തിയാണ്. തൃത്വത്തെക്കുറിച്ചും യേശുവിൻ്റെ ആ ദൈവത്വം, മനുഷ്യത്വം, യഹോവ സാക്ഷിയുടെ ദുരുപദേശ ഖണ്ഡനം, ശാബത് മിഷൻ്റെ ദുരുപദേശ ഖണ്ഡനം, ഡാവിഞ്ചി കോഡ്, ഇങ്ങനെ അനേക സീഡികൾ ഇറക്കാൻ തക്കൊണ്ട് എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ ടേപ്പ് മിനിസ്ട്രിയാണ് ആരംഭിച്ചത്. അനേക ലക്ഷം ടേപ്പുകൾ അമേരിക്കയിലെ എല്ലാ ഭവനത്തിൽ എൻ്റെ ടേപ്പുകളുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ വ്യാഖ്യാനം. അതിനുശേഷം CD മിനിസ്ട്രി ആരംഭിച്ചു. എന്നെ അതിന് സഹായിച്ചത് ടെന്നീസിലുണ്ടായിരുന്ന AB ദാനിയേൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ചായനാണ്, ഒരു രാജൻ ചാക്കോ. അവർ ഒരുപാട് പണം മുടക്കി, ആ പതിനായിരക്കണക്കിന് ഡോളർ മുടക്കി എനിക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ് മേടിച്ചു തരികയും CD മേടിച്ചു തരികയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14 ലക്ഷത്തിലധികം CD അദ്ദേഹം എനിക്ക് മേടിച്ചു വന്നിട്ടുണ്ട്. സൗജന്യമായിട്ട് തന്നു, ഞാൻ സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ CD മിനിസ്ട്രി ആരംഭിച്ചു. അതിനുശേഷം ഈ നാളുകളിൽ ഞാൻ ഈ സഭാശുശ്രൂഷ വിട്ടു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ദിവസം പോലും അടങ്ങിയിരിക്കാതെ അനേക സ്ഥലങ്ങളിൽ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കാൻ ദൈവം എനിക്ക് ഇടയാക്കുന്നു. അതായത് ഞായറാഴ്ച ഇവിടുത്തെ സഭായം കഴിഞ്ഞാൽ ഞായറാഴ്ച പോയിട്ട് തൃശ്ശൂരിൽ ഹോളി തിയോളജിക്കൽ കോളേജിൽ ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാ ഞായറാഴ്ച. തിങ്കളാഴ്ച മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അച്ഛന്മാരൊക്കെ സ്ഥാനപ്പെട്ട് വന്ന ഒരു ഗ്രൂപ്പാണ് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് തൃശ്ശൂരിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ചൊവ്വാഴ്ച ഞാൻ ദുബൈയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദുബൈയിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ബുധനാഴ്ച ഞാൻ എറണാകുളത്ത് ഇപ്പോൾ ഒരു ക്ലാസ് ആരംഭിച്ചു. അതിനുശേഷം ഉടൻ തന്നെ ബോംബെയിൽ, അല്പം മണിക്കൂർ കഴിഞ്ഞ ഉടനെ ബോംബെയിൽ ക്ലാസ്. മർത്തോമക്കാരും യാക്കോക്കാരും എല്ലാവരും കൂടുന്ന ഒരു വലിയ സദസ്സിൽ 350 പേരുള്ള സമുദായക്കാർ, യാക്കോക്കാർ, മർത്തോമക്കാർ, ഇവാഞ്ചലിക്കാർ എല്ലാവരും കൂടുന്ന ഒരു ഗ്രൂപ്പിൽ അവരെന്നെ ബൈബിൾ ക്ലാസ് എടുക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തു. 2 മാസം കൂടുമ്പോൾ അവരുടെ ഇടയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അച്ഛന്മാർ, തിരുമാനിമാർ എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കുന്ന അത് ചൊവ്വാഴ്ച എൻ്റെ ബൈബിൾ സ്കൂളിൽ കഴിഞ്ഞതിന് ശേഷം ആണ് രാത്രി 9 മണിക്ക് ശേഷമാണ് ക്ലാസ് എടുക്കുന്നത്. വ്യാഴാഴ്ച ഞാൻ തൂലിക TV പൂനായിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വെള്ളിയാഴ്ച ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വെളിപ്പാട് പുസ്തകം ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ ഇടയ്ക്ക് സൗദി അറേബ്യ ക്ലാസ് എടുക്കുന്നു, റോമിൽ ക്ലാസ് എടുക്കുന്നു. റോമിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, അവിടെ ഇടയ്ക്ക് ക്ലാസ് എടുക്കുന്നു. കാരണം പൗലോസ് റോമിലൊക്കെ കടന്നു പോയത് കേട്ടപ്പോൾ അന്ന് ഞാൻ റോമിൽ ആദ്യ സമയത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ വലിയൊരു നേട്ടം സാധിച്ച പോലായിരുന്നു. അങ്ങനെ വിശ്രമമില്ലാതെ രാത്രിയും പകലും ഒരുപോലെ അധ്വാനിച്ച് ഞാനും സഭാശുശ്രൂഷ ചെയ്യുന്ന കാലത്തേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് അനേകരെ പഠിപ്പിക്കത്തക്ക നിലയിൽ എന്നെ ഒരു നല്ല ടീച്ചറാക്കി ദൈവം തമ്പുരാൻ മാറ്റുവാൻ തക്ക വേണ്ടിയായിത്തീർന്നു. അതുകൊണ്ട് ഞാൻ ബൈബിള് കുറച്ചുകൂടി ആഴമായി പഠിപ്പാണ്ടിയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഓഡിയോ കമൻട്രി ഇറക്കണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഞാൻ പലരുടെയും പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ശരിയായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഞാൻ കാണാൻ തക്കണം കഴിഞ്ഞില്ല. എനിക്ക് വലിയ വിഷമം തോന്നി. പലരുടെയും കമൻട്രി വായിച്ചിട്ടുണ്ട്, എല്ലാം ഗ്രീക്കും എബ്രായുമാണ്, ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഒരുപാട് സിദ്ധാന്തങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം എഴുതിയല്ലെന്നും പറഞ്ഞ് ഒരു കൂട്ടർ അതിൻ്റെ അകത്ത് എഴുതി വെക്കുന്നു. അത് കഴിഞ്ഞ് എഴുതിയാണെന്നും പറഞ്ഞ് തെളിവ്. എന്തിനൊക്കെ പോകുന്നത്? ഞാൻ ബൈബിൾ പഠിച്ചപ്പം പൗലോസാണ് എബ്രായ ലേഖനം എഴുതി തെളിയിക്കാൻ തക്കണം ദൈവം എനിക്ക് കഴിവ് തന്നു. അത് ചുമ്മാ അത് സിദ്ധാന്തം പറഞ്ഞ് അത് മുൻപോട്ട് പോയാൽ അത് ശരിയാകത്തില്ല. ഏതൊരു വ്യക്തിക്കും ലളിതമായി മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു കമൻട്രി ഇറക്കാൻ തക്കൊണ്ട് ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് എനിക്കുണ്ടായി. അങ്ങനെ കഴിഞ്ഞ നാക്കോട് കോൺഫറൻസിന് ഞാൻ ഇറക്കിയ ഓഡിയോ കമൻട്രി ചർച്ചക്കോണ്ട് ജനറൽ ഓഫീസർ ടിൻ ഹിൽ അത് പ്രകാശനം ചെയ്യുവാൻ തക്കടിയായി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അതേ ആ പുസ്തകങ്ങളുടെ പശ്ചാത്തലം ഞാൻ ഡൗട്ട് വെച്ചാൽ എഴുതുന്നത്. ഉൽപ്പത്തി മുതൽ മോശയാണ് എഴുതുന്നത് സ്ഥാപിച്ചെഴുതുക, അല്ലാതെ ആൾക്കാരുടെ ഉള്ളിൽ സംശയം കൊടുത്തിട്ടുള്ള ഒറ്റ വാക്കുപോലുമില്ല. എൻ്റെ കമൻട്രി ഒറ്റ എബ്രായ പദമില്ല, എൻ്റെ കമൻട്രിക്കകത്ത് ഒറ്റ ഗ്രീക്ക് പദമില്ല. ഇംഗ്ലീഷിൻ്റെ ചില വേർഡുകൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. 99 വയസ്സുള്ള അമ്മാമിക്കും അത് കേട്ടാൽ മനസ്സിലാകത്തക്ക നിലയിൽ ലളിതമായ ഭാഷയിൽ എഴുതാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞനുസരിച്ച് ഓഡിയോ കമൻട്രി അത് ഇറക്കാൻ തക്കടിയായി. എൻ്റെ 16ാമത്തെ വയസ്സ് സാറാന്ന് പറഞ്ഞ സഹോദരി പറഞ്ഞു, നിൻ്റെ മകനെ നിൻ്റെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കും. ഇന്ന് ലോകം മുഴുവൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇറക്കിയ ഓഡിയോ കമൻട്രി അനേകർ കേട്ട് എന്നെ വിളിക്കുകയും അഭിനന്ദനം ചെയ്യുവാൻ തക്കടിയായി തീർന്നു. അവരത് നോക്കി ഒരുപാട് കാര്യങ്ങൾ ഞായറാഴ്ച പ്രസംഗിക്കുന്ന പല പാസ്റ്റർമാരും എന്നോട് പറയുണ്ടായി. അത് അതിൻ്റെ മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ കമൻട്രിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അതേ വെളിച്ചം ഉണ്ടായി. ആദ്യമേ
അത് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. എന്നാൽ 4-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവം നിർമ്മിച്ചാക്കിയത്. പിന്നെ എങ്ങനെയാണ് 1-ാം ദിവസം രാവും പകലും ഉണ്ടായെന്നുള്ള ചോദ്യത്തിനെല്ലാം ശക്തമായിട്ട് അതിൻ്റെ ഉത്തരം കൊടുത്ത് ആർക്കും അതിന് തിരിച്ചൊരു മറുപടി പറയാൻ വയ്യാത്ത നിലയിൽ അതിന് ശരിയായിട്ടുള്ള വ്യാഖ്യാനമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി നിരീശ്വരന്മാരുടെ ഓരോ ചോദ്യങ്ങളാണ്. അതിനെല്ലാം മറുപടി അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. കയ്യിന് എവിടുന്ന് ഭാര്യയെ കിട്ടുന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാത്തിനും നല്ല ശക്തിയായിട്ടുള്ള മറുപടി കൊടുത്ത് വളരെ ദൈവം തന്ന ജ്ഞാനത്തോടെയാണ് ഞാൻ ആ ബൈബിൾ കമൻട്രി തയ്യാറാക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമാകും. അതിൻ്റെ അഡ്രസ്സ് www.cvandrewsbible.com. ഈ കമൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്രമമില്ലാതെ 24 മണിക്കൂറും ഞാനിപ്പോൾ ശുശ്രൂഷയിലാണ്. വയസ്സ് 74 ഇപ്പോഴും ഞാൻ ചുറിയൊരുക്കത്തോടെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഈ കമൻട്രി ഒന്ന് തീർക്കാൻ തക്കണം നോക്കുകയാണ്. ദൈവത്തിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് വളരെ നന്ദി. കോട്ടയത്തിനടുത്ത പുതുപ്പള്ളിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമോ എന്ന് ഭയമുണ്ടായിരുന്ന ദിവസങ്ങൾ. എന്നാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നാം തൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ടല്ലോ. താൻ വെറുതെ പ്രസംഗിക്കുകയല്ല. തിരുവചനം പറയുന്നു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചുവെന്ന്. സൗഖ്യങ്ങൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ തൻ്റെ ശുശ്രൂഷയിലുണ്ടായി. താൻ നിമിത്തം അനേകരുടെ ജീവിതം വഴിമാറ്റപ്പെട്ടു. അനേക കുടുംബങ്ങൾ ലക്ഷ്യബോധമുള്ളതായി. ദൈവാനുഗ്രഹിതമായ അനുഭവങ്ങളിലേക്ക് അനേക കുടുംബങ്ങൾ നയിക്കപ്പെട്ടു. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പൂർണ്ണമായി എന്ന ബോധ്യമുള്ളപ്പോൾ അത് തൻ്റെ ഇടത്തോടെ മറ്റൊരാളെ ഏൽപ്പിച്ച് താൻ ആരംഭിച്ച പ്രവർത്തനം അനുഗ്രഹീതമായി തുടരണം എന്ന ചിന്തയും ദർശനവുമുള്ള ഒരു ദൈവദാസൻ. താൻ ഒരിക്കലും പരാജയപ്പെട്ടില്ല. താൻ ചെയ്തതെല്ലാം 10 മടങ്ങായി തനിക്ക് തന്നെ മടക്കി ലഭിച്ചു എന്ന് നാം കേട്ടല്ലോ. വിതച്ചതെല്ലാം കൊയ്യാൻ ദൈവം തനിക്ക് കൃപ നൽകി. ഈ അനുഗ്രഹീത ദൈവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി വെളിച്ചമായിട്ടൊക്കെ മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ഈ അനുഗ്രഹീത ദൈവദാസനെ തൻ്റെ ഈ പ്രായത്തിലും പുതിയ മേഖലകളിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്, മറ്റനേകർക്ക് അനുഗ്രഹമാക്കി നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി കർത്താവിന് സ്തോത്രമർപ്പിക്കുന്നു. ഈ കർത്താവിൻ്റെ ദാസനെയും ശുശ്രൂഷകളെയും ദൈവമായ കർത്താവ് ആശീർവദിക്കേണ്ടതിന് പ്രേക്ഷകരുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു.